entanglement and relativistic speed barrier. Entanglement എന്ന് പറയുന്ന ക്വാണ്ടം ലോകത്തുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ്. ഈ ക്വാണ്ടം ലോകത്ത് ക്വാണ്ടം ലോജിക്, ക്വാണ്ടം ഫിസിക്സിന്റെ ലാംഗ്വേജ്, ക്വാണ്ടം ഫിസിക്സ് നമ്മൾ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, വിൽ ബി ഏബിൾ ടു മേക്ക് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് ആലിസ് ആണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആലിസ് എന്ന് പറഞ്ഞ പൂച്ചയാണ്. ആലിസ് എന്ന് പറഞ്ഞ പേര് വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ സാധാരണ നമുക്ക് പൂച്ചയുടെ കാര്യം അറിയാം. നമ്മളെല്ലാവരും പൂച്ചയെ കണ്ടിട്ടുണ്ട്. പൂച്ച ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും, ചിലപ്പോൾ എണീറ്റിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയായിരിക്കും. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ പൂച്ചയ്ക്ക് ഒരേ സമയം ഉറങ്ങിയും എണീറ്റും ഉറങ്ങിക്കൊണ്ട് ഉണർന്നും ഇരിക്കാൻ കഴിയില്ല. ഈ ക്വാണ്ടം ലാൻഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്വാണ്ടം ലാൻഡിൽ അങ്ങനെ ഒരു ലാൻഡ് ഉണ്ട്. ക്വാണ്ടം ലാൻഡിലെ നിയമങ്ങൾ അനുസരിച്ച് ഈ പൂച്ചയ്ക്ക് ഒരേ സമയം എവേക്ക് ആൻഡ് എസ്ലീപ് എന്നുള്ള സ്റ്റേറ്റിൽ ആയിരിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ബേസിക് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയാസ് വെച്ച് ക്വാളിഫൈ ചെയ്യാൻ ആദ്യം ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ജസ്റ്റ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദിസ് ഐഡിയാസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എൻറ്റാങ്കിൾമെന്റ് എന്നുള്ള ഫിനോമിനൻ പരിചയപ്പെടാം. ബേസ്ഡ് ഓൺ ദാറ്റ് വിൽ ഹാവ് സം ഡിസ്കഷൻ. ഇതാണ് നമ്മൾ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആലിസ് ക്യാൻ ബി awake and asleep at the same time. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പൂച്ചയ്ക്ക് ഒരേ സമയത്ത് മരിച്ചും ജീവിച്ചും അല്ലെങ്കിൽ ഉണർന്നും ഉറങ്ങി വയ്ക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് സാധാരണ പൂച്ചയല്ല. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള പോലെ ഇതൊരു ക്വാണ്ടം ക്യാറ്റ് ആണ്. ഇത് ക്വാണ്ടം ക്യാറ്റ് ക്വാണ്ടം ലാൻഡിലുള്ള ഒരു ജീവിയാണ്. ഈ ക്വാണ്ടം ലാൻഡിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്വാണ്ടം ലാൻഡിലെ ഏതൊക്കെ നിയമങ്ങളാണ് പൂച്ച ഒരേ സമയം ഉറങ്ങുകയും ഉണർന്നു വയ്ക്കാൻ സഹായിക്കുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സൂപ്പർ പൊസിഷൻ, മറ്റൊന്ന് മെഷർമെന്റ് പ്രോബ്ലം, അതുപോലെ എൻറ്റാങ്കിൾമെന്റ്. എൻറ്റാങ്കിൾമെന്റ് ആണ് നമ്മുടെ ടോക്കിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് സൂപ്പർ പൊസിഷനും മെഷർമെന്റ് പ്രോബ്ലം കൂടെ നമുക്ക് മനസ്സിലാക്കാം. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞ ഇതാണ്: if A and B are possible states of the system, then so is A plus B. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാനാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ റഫായിട്ട് തന്നെ അവസ്ഥ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു ടെക്നിക്കൽ ടേം ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്സിലെ നിയമങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് ഇവയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഇവല്യൂഷൻ ഇക്വേഷൻ ഉണ്ട്. സിസ്റ്റത്തിന്റെ ടൈമിലുള്ള ഇവല്യൂഷൻ, ടൈമിൽ അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് അറിയുകയാണെങ്കിൽ, സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് നമുക്ക് അറിയുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ അല്ലെങ്കിൽ വേറെ ഏതൊരു സമയത്തുള്ള സ്റ്റേറ്റും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ന്യൂട്ടന്റെ ഇക്വേഷനൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തുള്ള സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻ, ഇതിനെയാണ് നമ്മൾ റഫായിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇക്വേഷൻ ഓഫ് ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതൊരു ടെക്നിക്കൽ ടേം ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. മലയാളത്തിൽ റഫായിട്ട് നമുക്ക് അവസ്ഥ എന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ഇവല്യൂഷൻ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. What do we need to know about the system in order to understand the future? ഫ്യൂച്ചർ എന്ന് പറയുന്നത് ജനറിക് ആയിട്ടാണ്. ഇറ്റ് കുഡ് ഓൾസോ ബി ദ പാസ്റ്റ്. വാട്ട് ഡു യു നീഡ് ടു നോ അബൌട്ട് ദ സിസ്റ്റം ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്യൂച്ചർ ഓർ പാസ്റ്റ് ഓഫ് ദ സിസ്റ്റം എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു പാർട്ടിക്കിൾ, സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്കൽ പാർട്ടിക്കിൾ, മറ്റൊരു കല്ല് അല്ലെങ്കിൽ ഒരു പന്ത്, ഇതിന്റെ ഫ്യൂച്ചർ അറിയണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള പൊസിഷനും മൊമെന്റും ആണ്. ന്യൂട്ടന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. F=ma എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ പാസ്റ്റ് അറിയാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അറിയുന്നത് ഇപ്പോൾ ബോൾ എന്താണ് ചെയ്യുന്നത്, ബോൾ എവിടെയാണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ അത് എവിടെയാണ്, അതുപോലെ ഏത് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ന്യൂട്ടന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ്സിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി എന്ന് പറയുന്നത്, എ ബ്രാക്കറ്റിന്റെ ഉള്ള എ എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്, വാട്ട് എവർ ദാറ്റ് ഇസ്. ഓക്കെ, അതുപോലെ ബി എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ വേറൊരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ടെക്നിക്കലായിട്ട് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. ദീസ് ഒബ്ജക്ട്സ് ആർ ജനറലി കോൾഡ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ജനറൽ ആയിട്ട് നമ്മൾ ഇതിനെ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എ എന്നുള്ളതും ബി എന്നുള്ളതും പോസിബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ എ പ്ലസ് ബി എന്നുള്ളത് ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. ഇനി എയും ബിയും സിയും പോസിബിൾ സ്റ്റേറ്റ്സ് ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത് പോസിബിൾ സ്റ്റേറ്റ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് പോസിബിൾ സ്റ്റേറ്റ് മാത്രമല്ല, ഇറ്റ് കുഡ് ബി ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, ആക്ച്വലി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വരുമ്പോഴാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്.
initially, technically, all right? But that's all right. We'll call this as wave function. A, B, S എന്നുള്ളതിനെ നമ്മൾ wave function, സിസ്റ്റത്തിന്റെ wave function എന്ന് വിളിക്കും. Okay? That's just a term that we'll be using. So S is equal to A plus B. ഇതിനെയാണ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, all right? ഈ സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് എയും ബിയും ഒരു ഇലക്ട്രോണിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ ലോകത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമുക്ക് ഇലക്ട്രോൺസിനെ എടുക്കാം. വിൽ ടോക്ക് അബൌട്ട് ഇലക്ട്രോൺസ്. എ എന്നുള്ളതും ബി എന്നുള്ളതും ഒരു ഇലക്ട്രോണിന്റെ പോസിബിൾ പൊസിഷൻസ് ആണെങ്കിൽ, രണ്ട് ഈ ഒരു സ്ഥാനത്തും ഈ ഒരു സ്ഥാനത്തും മാത്രം ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ സാധ്യമായിട്ടുള്ളൂ. ദീസ് ആർ ദ ഓൺലി ടു പോസിബിൾ പൊസിഷൻസ് ഓഫ് എൻ ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ, ഈ സൂപ്പർ പൊസിഷനെ നമ്മൾ ലാംഗ്വേജിലേക്ക്, പ്ലെയിൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, വൺ വേ ടു ഡു ദാറ്റ്, വൺ വേ ടു ട്രാൻസ്ലേറ്റ് ദിസ് ഇക്വേഷൻ ഇസ് ആസ് ഫോളോസ്. അതായത് ദ ഇലക്ട്രോൺ ക്യാൻ ബി, എ സിംഗിൾ ഇലക്ട്രോൺ ക്യാൻ ബി അറ്റ് ടു പ്ലേസസ്, 2 points at the same time. രണ്ട് പൊസിഷൻസിൽ ഒരേ സമയത്തായിരിക്കാൻ കഴിയും, രണ്ട് സ്ഥാനങ്ങളിൽ ഒരേ സമയത്തായിരിക്കാൻ കഴിയും. ഓൾറൈറ്റ്. അപ്പോൾ അഗെയിൻ ഇതിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പരിചയമുള്ളവർ, യു നീഡ് നോട്ട് എഗ്രി വിത്ത് ദിസ്. ഓൾറൈറ്റ്. കാരണം ഈ ഇക്വേഷനെ നമ്മളിങ്ങനെ എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ, മാത്തമാറ്റിക്കലായിട്ട് എഴുതുന്ന സ്റ്റേറ്റ്മെന്റിനെ ലാംഗ്വേജിലേക്ക് എങ്ങനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഓൾറൈറ്റ്. ഐ എം ജസ്റ്റ് ചൂസിങ് വൺ വേ ടു ട്രാൻസ്ലേറ്റ് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ആയിരിക്കും ഞാൻ മുന്നോട്ട് ഉപയോഗിക്കുക. സോ ഇഫ് എ ആൻഡ് ബി ആർ പോസിബിൾ പൊസിഷൻസ്, ഓക്കെ, then there's another possible state of the electron which corresponds to the electron being at A and B at the same time. Okay, അപ്പോൾ ഇവിടെ S എന്ന് പറയുന്നത് is a state which represents a single electron being at both A and B at the same time. Alright, അപ്പോൾ S എന്നുള്ള wave function ഇവിടെ A plus B എന്നുള്ള ഉദ്ദേശിക്കുന്നത്, this actually represents an electron being at two positions at the same time, simultaneously at two positions at the same time. Okay, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ആർക്കും ഇത് മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല. വി ജസ്റ്റ് ഗെറ്റ് യൂസ് ടു ദിസ്. റൈറ്റ്. അപ്പോൾ ഈ രീതിയിലുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലോകത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. സോ വി നോ ദാറ്റ് ദിസ് ഇസ് ട്രൂ, ദിസ് കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ വർക്ക്സ്, നമുക്കറിയാം. ഓക്കെ, ബട്ട് ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ബട്ട് ഐ വിൽ മെയിൻറ്റെയിൻ ദാറ്റ് an electron can be at different places at the same time. A single electron can be at different places at the same time. Okay, ഇതുകൊണ്ട് ഇത് ഇനീഷ്യലി നമ്മുടെ ബേസിക് ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വിരുദ്ധമാണ്. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വേറെ എവിടെ ഇല്ല എന്നും കൂടിയാണ്, അല്ലേ? ഇഫ് ഐ സേ ദാറ്റ് ദിസ് പെൻ ഇസ് ഹിയർ, ഇറ്റ് മീൻസ് ദാറ്റ് ദ സെയിം പെൻ ഇസ് നോട്ട് എനിവേർ എൽസ്. വേറെ സ്ഥലത്ത് ഈ പേന ഇല്ല എന്നൂടെ അർത്ഥമാക്കുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്വാണ്ടം ലോകത്ത് ഇങ്ങനെയല്ല. ഓക്കെ, ഇഫ് ദ പെൻ ഇസ് ഹിയർ, ഓൾറൈറ്റ്, ദ പെൻ ക്യാൻ ബി ഹിയർ. അങ്ങനെയാണ് രണ്ട് സ്ഥലത്തും ആയിരിക്കുക എന്ന് പറയുന്നത് ഈ പെന്നിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ്, ഇഫ് ദ പെൻ ഇസ് ഇൻ ദ ക്വാണ്ടം ലാൻഡ്. ഓക്കെ, ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് അഗൈൻ ദിസ് റഫ് ട്രാൻസ്ലേഷൻ, ഒരു ഇലക്ട്രോണിന് അനുവദനീയമായ, ഓക്കെ, അലൗഡ് ആയിട്ടുള്ള ഒന്നിലധികം അവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ എല്ലാ അവസ്ഥകളിൽ ഒരുമിച്ചായിരിക്കുക എന്നതും ഇലക്ട്രോണിന്റെ സാധ്യമായ ഒരു അവസ്ഥയാണ്. ഓക്കെ, ആ അവസ്ഥകളിലെല്ലാം തന്നെ ഒരുമിച്ചായിരിക്കുക എന്നത് ഇലക്ട്രോണിന്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, ഉദാഹരണത്തിന് സ്ഥാനത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇലക്ട്രോണിനായിരിക്കാൻ അനുവദനീയമായ രണ്ട് സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ആ രണ്ടിടത്തും ഒരുമിച്ചായിരിക്കുക എന്നതും ഇലക്ട്രോണിന്റെ സാധ്യമായ ഒരു സ്റ്റേറ്റ് ആണ്. Okay, an electron can be in two places at the same time. So roughly principle of superposition എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, it says basically that an electron can be at different places at the same time, a single electron. Okay, അപ്പോൾ നമുക്ക് ചോദിക്കാം, അങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരുമിച്ച് കാണാൻ കഴിയുമോ? Can we actually see the electron at different places at the same time എന്ന ചോദ്യം ചോദിക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് മെഷർമെന്റ് പ്രോബ്ലം വരുന്നത്. മെഷർമെന്റ് പ്രോബ്ലം പറയുന്നത് നോ. ഓക്കെ, ഒരു ഇലക്ട്രോണിനെ ഒന്നിലധികം അവസ്ഥകളിൽ, ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയില്ല. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഇസ് നെവർ ഒബ്സർവ്ഡ് ഇൻ എ സൂപ്പർപോസ്ഡ് സ്റ്റേറ്റ്. സൂപ്പർപോസിഷൻ സ്റ്റേറ്റിൽ ഒരിക്കലും നമ്മളൊരു ക്വാണ്ടം ഒബ്ജക്റ്റിനെ കാണില്ല. ഓക്കെ, ഉദാഹരണത്തിന് ഞാനീ പറഞ്ഞ പോലെ ഇലക്ട്രോണിനെ ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരുമിച്ച് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ചില എക്സ്പെരിമെന്റൽ ഔട്ട്കംസ് വിശദീകരിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇലക്ട്രോണിന്റെ പൊസിഷൻ ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യു വിൽ ഓൾവേസ് ഫൈൻഡ് ഇറ്റ് അറ്റ് വൺ പെർട്ടിക്കുലർ പോയിന്റ്. ഒന്നിലധികം സ്ഥാനങ്ങളിലല്ല, പൊസിഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരേ പോയിന്റിൽ തന്നെയാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, സോ ഇഫ് യു മെഷർ ദ പൊസിഷൻ, ഇറ്റ്സ് ഓൾവേസ് അറ്റ് വൺ ഓഫ് ദ പോസിബിൾ പൊസിഷൻസ്. ഉദാഹരണത്തിന് നമ്മൾ ഇതാണ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ആണ്, ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് എന്ന് കരുതുക. ഓൾറൈറ്റ്, ഇതിന്റെ പൊസിഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ, സിസ്റ്റത്തിന്റെ പൊസിഷൻ ആക്ച്വലി നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, യു വിൽ എയ്തർ ഫൈൻഡ് ഇറ്റ് അറ്റ് പോയിന്റ് എ ഓർ അറ്റ് പോയിന്റ് ബി. ഓക്കെ, നെവർ അറ്റ് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. പക്ഷെ മെഷർമെന്റിന് മുമ്പ് എന്താണ്, ഇറ്റ്സ് അറ്റ് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ,
പല എക്സ്പെരിമെന്റൽ ബാക്കിയുള്ള എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ് ഒക്കെ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ ഇലക്ട്രോൺ ഒന്നിലധികം സ്ഥാനങ്ങളുടെ ഒരുമിച്ചാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ശരിയാണെന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. Okay, but when you make a measurement, it's always either at A or at B. Right? അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് പ്രൊഡിക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എ എന്നുള്ള പൊസിഷനിൽ കാണാനുള്ള പ്രോബിലിറ്റി, അതുപോലെ ബി എന്നുള്ള പൊസിഷനിൽ കാണാനുള്ള പ്രോബിലിറ്റി, അതുപോലെ വേറെ അനേകം പൊസിഷൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കാണാനുള്ള പ്രോബിലിറ്റിയാണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട്സ് ദ പ്രോബിലിറ്റി ഫോർ മെഷർമെന്റ്സ്. ഓക്കെ, ഇതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ഫണ്ടമെന്റലി പ്രോബബിലിസ്റ്റിക് ആണ്. പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മെഷർമെന്റ് നടത്തി, സിസ്റ്റം ഈ സ്റ്റേറ്റിലാണ്, വി മേഡ് എ മെഷർമെന്റ് ഓൺ ദ ഇലക്ട്രോൺ ദാറ്റ്സ് ഓൺ ദിസ് സ്റ്റേറ്റ് ആൻഡ് ലെറ്റ്സ് സേ ദാറ്റ് വി ഫൗണ്ട് ഇറ്റ് അറ്റ് പോയിന്റ് എ. പോയിന്റ് എ എന്നുള്ള സ്ഥാനത്താണ് അതിനെ കണ്ടതെന്ന്. റൈറ്റ്, അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്, യൂഷ്വലി കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പല ഇന്റർപ്രിറ്റേഷൻസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. വി സേ ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ ഹാസ് കൊളാപ്സ്ഡ് ഡ്യൂറിംഗ് മെഷർമെന്റ്. ഇതാണ് മെഷർമെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സൂപ്പർ പൊസിഷൻ കണ്ടു, രണ്ടാമത്തെ മെഷർമെന്റ് പ്രോബ്ലം ആണ്. മെഷർമെന്റ് പ്രോബ്ലം ഇതാണ്, നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എ പ്ലസ് ബി ആണ്, പക്ഷെ മെഷർ ചെയ്യുമ്പോൾ യു either ഫൈൻഡ് ഇറ്റ് അറ്റ് എ ഓർ ബി. എ ഓർ ബി എന്ന് പറഞ്ഞു എയിലാണെന്ന് കരുതുക. സപ്പോസ് വി ഫൈൻഡ് ഇറ്റ് അറ്റ് പൊസിഷൻ എ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് മെഷർ ചെയ്യുന്നതിന് മുമ്പുള്ള സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എസ് ആയിരുന്നു, മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ സ്റ്റേറ്റ് ഹാസ് റെഡ്യൂസ്ഡ് ഓർ കൊളാപ്സ്ഡ് ടു എ. ഓക്കെ, അതായത് എ പ്ലസ് ബി എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് സിസ്റ്റം കൊളാപ്സ് ചെയ്തു. ഇലക്ട്രോൺ ദ വേവ് ഫംഗ്ഷൻ ഹാസ് കൊളാപ്സ്ഡ് ഓർ റെഡ്യൂസ്ഡ്, റിഡക്ഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ അല്ല കൊളാപ്സ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കൊളാപ്സ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങളിൽ കടന്നു വരുന്ന ഒരു കാര്യമല്ല, അത് നമ്മളുടെ ഒബ്സർവേഷനും അതുപോലെ നേച്ചറിന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ മാത്തമാറ്റിക്സ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് ആൻ എക്സ്ട്രാ കോൺസെപ്റ്റ്. വേവ് ഫംഗ്ഷൻ ഓഫ് കൊളാപ്സ് എന്ന് പറയുന്നൊരു എക്സ്ട്രാ കോൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് രണ്ട് കാര്യങ്ങൾ, മെഷർമെന്റ് പ്രോബ്ലം അതുപോലെ മെഷർമെന്റ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അതുപോലെ മെഷർമെന്റ് പ്രോബ്ലം. Now we can safely say that no one understands this. Okay, അപ്പോൾ ഫൈൻമാനെ പോലുള്ള ആൾക്കാർ no one understands quantum mechanics എന്ന് പറഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇത് ആക്ച്വലി വാട്ട് ഡസ് ദിസ് മീൻ അബൌട്ട് നേച്ചർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ മാത്തമാറ്റിക്സ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് മുന്നോട്ട് വെക്കേണ്ടതെന്ന് അറിയാം, ബട്ട് ദീസ് തിങ്സ് വി ഡോണ്ട് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളാണ് ഷ്രോഡിംഗർ, എർവിൻ ഷ്രോഡിംഗർ. എർവിൻ ഷ്രോഡിംഗർ വേവ് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു രീതിയിലാണ് ക്വാണ്ടം മെക്കാനിക്സിനെ ആദ്യം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇക്വേഷൻസിൽ തന്നെ ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇനീഷ്യലി സൂപ്പർപോസ് സ്റ്റേറ്റ് ആണ്, അതേസമയം മെഷർമെന്റ് നടത്തുമ്പോൾ അത് കൊളാപ്സ് ചെയ്യും. ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇക്വേഷനിൽ നിന്ന് തന്നെ പിന്നീട് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ആക്ച്വലി ഷ്രോഡിംഗറിന് ആദ്യത്തെ സമയത്ത് ഇഷ്ടപ്പെട്ടില്ല. ഹി ഡിഡ്ന്റ് ലൈക്ക് ദിസ്. അതായത് ഈ വേവ് ഫംഗ്ഷൻ ആക്ച്വലി ഇത്തരം പ്രോബ്ലംസ് ഹൈസൻബർഗിന്റെ അതിന് മുമ്പുള്ള മാട്രിക്സ് മെക്കാനിക്സ് എന്നുള്ള ഒരു ഫോർമുലേഷൻ ഉണ്ടായിരുന്നു, അതിലുള്ള ഇത്തരം പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷ്രോഡിംഗർ സ്വന്തമായിട്ടുള്ള വേവ് മെക്കാനിക്സ് എന്നുള്ള ഒരു ഫോർമുലിസം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ഫോർമുലിസത്തിന്റെ ഉള്ളിലും ഇതേ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. അപ്പൊ ഇതിന്റെ വിയേർഡ്നെസ്, ഇതിന്റെ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷ്രോഡിംഗർ മുന്നോട്ട് വെച്ചൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ് ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിന്റെ കേസിലാണ്. ഈ ഇലക്ട്രോണിന്റെ കേസിൽ അല്ലെങ്കിൽ സബാറ്റോമിക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മൈക്രോസ്കോപ്പിക് ലോകത്തേക്ക് നമ്മൾ മാഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ ഏത് തരം റിസൾട്ട്സ് ആയിരിക്കും കിട്ടുക എന്നുള്ളത് കാണിക്കുന്ന ഒരു തോട്ട് എക്സ്പെരിമെന്റ്, ഒരു ചിന്താപരീക്ഷണമാണ്. ഈ ചിന്താപരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇതാണ്, മൈക്രോസ്കോപ്പിക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ മൈക്രോസ്കോപ്പിക് ലോകത്തിലേക്ക് മാഗ്നിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇതിന്റെ ലോജിക് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ബോക്സ് ഉണ്ട്. ദിസ് ഇസ് ആൻ ഐസൊലേറ്റഡ് ബോക്സ്. ഐസൊലേറ്റഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസിൽ നിന്ന് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഐസൊലേറ്റ് ചെയ്തൊരു ബോക്സ് ആണിത്. ദർ ഇസ് നോ ഇന്ററാക്ഷൻ വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, തോട്ട് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് ഐഡിയൽ ആസ് വി വാണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു സയനൈഡ് ബോട്ടിൽ ഉണ്ട്. സയനൈഡ് ബോട്ടിലുള്ളത് സയനൈഡ് ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് സേഫ്ലി സീൽഡ് ആണ്. ദിസ് ഇസ് സേഫ്ലി സീൽഡ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഈ സയനൈഡ് ബോട്ടിൽ പൊട്ടുകയാണെങ്കിൽ പൂച്ച ചാകും. ക്യാറ്റ് വിൽ ഡൈ ഇഫ് ദ സയനൈഡ് ബോട്ടിൽ ബ്രേക്സ്. കാരണം സയനൈഡ് ബോട്ടിൽ പൊട്ടുകയാണെങ്കിൽ ഇതിലുള്ള ഗ്യാസ്, സയനൈഡ് ഗ്യാസ് ഈ ബോക്സിൽ ഫില്ല് ചെയ്യും ആൻഡ് ദ ക്യാറ്റ് വിൽ നാച്ചുറലി ഡൈ. ഷ്രോഡിംഗർ മുന്നോട്ട് വെച്ച ഐഡിയ ഇതാണ്, ഈ സയനൈഡ് ബോട്ടിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ട്രിഗർ യൂസ് ചെയ്യണം. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ഡീകേ ഓഫ് ആൻ ആറ്റം, ഒരു സിംഗിൾ ആറ്റം ഡീകേ ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾ അനുസരിച്ചാണ്, അതുകൊണ്ട് തന്നെ പ്രോബബിലിസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ആറ്റം ഉണ്ട്. സിംഗിൾ ആറ്റം ഇൻ ദിസ് ബോക്സ്.
ഇത് റേഡിയോ ആക്റ്റീവ് ആറ്റമാണ്. റേഡിയോ ആക്റ്റീവ് ആറ്റത്തിനെ കുറിച്ച് നമുക്കറിയാം, എമിറ്റ്സ് റേഡിയേഷൻസ്. ഓക്കെ, ഇത് റേഡിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പ്രോബബിലിസ്റ്റിക് ആണ്. ഒരു സിംഗിൾ ആറ്റം എപ്പോഴാണ് റേഡിയേറ്റ് ചെയ്യുന്നത് പറയാൻ കഴിയില്ല, പ്രോബബിലിറ്റീസ് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലൊരു സിംഗിൾ റേഡിയോ ആക്റ്റീവ് ആറ്റം ഉണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് ആറ്റം റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഡിറ്റക്ടർ വിൽ ഡിറ്റക്ട് ദ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു ഹാമർ ഉണ്ട്, ചുറ്റുക. ഓക്കെ, ചുറ്റുക ഈ എന്താണ് സയനൈഡ് ബോട്ടിലിന്റെ മുകളിലേക്ക് വീഴും. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ആറ്റം റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സയനൈഡ് ബോട്ടിൽ പൊട്ടും ഈ അറേഞ്ച്മെന്റിൽ, ആൻഡ് ദ ക്യാറ്റ് വിൽ ഡൈ. ഓക്കെ, ആറ്റം ഡീകേ ചെയ്യുന്നില്ലെങ്കിൽ ദിസ് ഇസ് ഫൈൻ, സയനൈഡ് ബോട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കും, ആൻഡ് ദ ക്യാറ്റ് വിൽ ബി അലൈവ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച്, ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ, സൂപ്പർ പൊസിഷൻ ശരിയാണെങ്കിൽ, കുറച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞുള്ള ആറ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡീക്കേഡ്, ഞാൻ ഇങ്ങനെ എഴുതാം, ഡീക്കേഡ് എന്നുള്ളതിന് ഡി എന്ന് എഴുതാം, ഡി പ്ലസ് നോട്ട് ഡീക്കേഡ് എന്നുള്ളതായിരിക്കും. ഓക്കെ, ആറ്റത്തിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡീക്കേഡ് പ്ലസ് നോട്ട് ഡീക്കേഡ് എന്നായിരിക്കും. നമ്മൾ ക്ലാസിക്കൽ ഫിലോസഫർ അല്ലെ ക്ലാസിക്കൽ ഫിസിസിസ്റ്റിനോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പരിചയമില്ലാത്ത ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ പൂച്ചയുടെ സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറയും ആറ്റം ഇസ് എയ്തർ ഡീക്കേഡ് ഓർ നോട്ട് ഡീക്കേഡ്. ആറ്റം ഡീക്കേ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ക്യാറ്റ് വിൽ ബി ഡെഡ്, ആറ്റം ഡീക്കേ ചെയ്തിട്ടില്ലെങ്കിൽ ക്യാറ്റ് വിൽ ബി അലൈവ് എന്നുള്ളതായിരിക്കും. വിൽ സേ ദാറ്റ് ദ ക്യാറ്റ് ഇസ് എയ്തർ ഡെഡ് ഓർ അലൈവ്. ഓക്കെ, പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ആറ്റത്തിന്റെ സ്റ്റേറ്റ് ഡീക്കേഡ് ഓർ നോട്ട് ഡീക്കേഡ് അല്ല, ഡീക്കേഡ് ആൻഡ് നോട്ട് ഡീക്കേഡ് ആണ്. ഇതാണ് സൂപ്പർ പൊസിഷൻ. Okay, the atom is decayed and not decayed at the same time. അതിനാണ് പൂച്ചയുടെ അവസ്ഥ എന്താണ്? It will be dead and alive. Okay, the cat would be, if quantum mechanics is true, Schrodinger says that if quantum mechanics is true, then you can imagine a situation where a cat is dead and alive at the same time. And do you believe this? ഇതാണ് ഷ്രോഡിംഗർ ചോദിക്കുന്നത്. Okay, do you actually accept this? ഇതാണോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഷ്രോഡിംഗർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. Okay, so Schrodinger says if quantum mechanics is true, then you can imagine a situation where a cat is dead and alive at the same time. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്നവരുടെ ഇടയിൽ ക്യാറ്റ് ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ക്യാറ്റ് അലൈവ് ഡെഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാം. നമുക്ക് എസ്ലീപ്പ് അവേക്ക് എന്ന് പറയാം. The cat can be asleep and awake at the same time. അതായത് ഇവിടെ സൈനൈഡ് ഗ്യാസിന് പകരം സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ചാൽ മതി. ഇത് ആക്ച്വലി ഷോൺ കാരോൾ, തിയററ്റിക്കൽ ഫിസിസിസ്റ്റും സയൻസിന്റെ പോപ്പുലറൈസറുമാണ്. ഇദ്ദേഹം പല ടോക്കുകളിലും പറയുന്ന ഒരു കാര്യമാണ്, ക്യാറ്റിനെ നമ്മൾ കൊല്ലേണ്ട ആവശ്യമില്ല, സ്ലീപ്പിംഗ് ഗ്യാസ് വെച്ചാൽ പോരെ എന്നുള്ളത്. ഐ തിങ്ക് ഹി ഹാസ് എ പോയിന്റ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അലൈവ് ഡെഡ് എന്നുള്ളതിന് പകരം എസ്ലീപ്പ് അവേക്ക് എന്നുള്ളത് ഉപയോഗിക്കാം. ഇവിടെ സൈനൈഡ് ഗ്യാസിന് പകരം സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് പൂച്ചയുടെ ആക്ച്വൽ ഇതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സിംപ്ലിസിറ്റിക്ക് വേണ്ടി തോട്ട് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് വിൽ അസ്യൂം ദാറ്റ് ദ ക്യാറ്റ് വിൽ നോട്ട് സ്ലീപ്പ് വിത്തൗട്ട് ദ ഗ്യാസ്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു ചോദ്യം വരാവുന്നത്, ഈ ബോട്ടിൽ പൊട്ടാതെ തന്നെ പൂച്ച ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആ പോസിബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്യാണ്. തോട്ട് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് വി ആർ അലൗഡ് ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദ ക്യാറ്റ് വിൽ നോട്ട് സ്ലീപ്പ് വിത്തൗട്ട് ദ ഗ്യാസ്. ഗ്യാസ് വന്നാൽ മാത്രം പൂച്ച സ്ലീപ്പ് ആവുള്ളൂ. ഓക്കെ, അതുപോലെ വേറെ അസംഷൻ, സിംപ്ലിഫൈങ് അസംഷൻ ഇതാണ്, asleep എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുള്ളി asleep. ഓക്കെ, പാതി മയക്കം അങ്ങനെയൊന്നല്ല, ഇറ്റ്സ് ഫുള്ളി asleep, ലൈക്ക് അൺകോൺഷ്യസ്, ഒരു കോമയിലായതുപോലെ കംപ്ലീറ്റ്ലി asleep ആണ്. awake stands for fully awake and active. ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഈ അസംഷൻ ഇല്ലെങ്കിൽ ഈ ആർഗ്യുമെന്റ് വർക്ക് ചെയ്യും, ബട്ട് ദിസ് ഇസ് ഈസിയർ, കാരണം രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സേ ഉള്ളെങ്കിൽ ഇറ്റ്സ് ഈസിയർ ടു സേ. ഓക്കെ, അതുകൊണ്ട് രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സേ ഉള്ളൂ, ഇറ്റ്സ് എയ്തർ awake or active. ഓക്കെ, സോറി, ഇറ്റ്സ് എയ്തർ asleep or awake. ഓക്കെ, പാതി മയക്കത്തിലിരിക്കുക ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാണ്, കാരണം നമ്മുടെ ഡിസ്കഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. So this is the language that we will use now. Alright, നമ്മൾ നേരത്തെ എഴുതിയ ലാംഗ്വേജ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ക്യാറ്റിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ഇതാണ്. ഓക്കെ, ഇറ്റ്സ് എവേക്ക്. ഇവിടെ കാണിച്ചിരിക്കുന്ന ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാറ്റ് എവേക്ക് ക്യാറ്റിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്. ഇത് എസ്ലീപ്പ് ക്യാറ്റിന് കറസ്പോണ്ട് ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, മെഷർമെന്റിന് മുമ്പുള്ള ക്യാറ്റിന്റെ ഒരു പോസിബിൾ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എവേക്ക് ആൻഡ് എസ്ലീപ്പ് അറ്റ് ദ സെയിം ടൈം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ a + b എന്ന് പറഞ്ഞ പോലെ എവേക്ക് ആൻഡ് എസ്ലീപ്പ് അറ്റ് ദ സെയിം ടൈം. Alright, now there is something, okay, even if you accept this, a cat can be awake and asleep at the same time എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിയേർഡ് ആയിട്ടുള്ള കാര്യം ഇതാണ്, when you make a measurement you can never see the cat awake and asleep at the same time. You will see that under a measurement the wave function will collapse. Okay, അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊളാപ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊളാപ്സ് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു സ്റ്റേറ്റിലേക്കാണ് കൊളാപ്സ് ചെയ്തതെന്ന് കരുതുന്നത്. അതായത് നമ്മൾ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ awake ആയിട്ടുള്ള ക്യാറ്റിനെയാണ് കണ്ടതെന്ന് കരുതുന്നത്. Right? അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. Before measurement, the cat is awake and asleep at the same time. After measurement, the wave function of the cat has collapsed to the awake state.
എന്ന് പറയാം. Okay, this I am just introducing the language that we'll be using to talk about these things. Okay, നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൂച്ചയുടെ കാര്യം പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ ടു അപ്രീഷിയേറ്റ്. ഇതിന്റെ വിയർഡ്നെസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ ആ ലാംഗ്വേജ് ഇന്റേണലൈസ് ചെയ്യാനും എളുപ്പമാണ്. ദാറ്റ്സ് ദ റീസൺ വൈ വി ആർ യൂസിങ് ദിസ് കൈൻഡ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞ കാര്യം, ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു കടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ഒളിച്ചു കടത്തുക. ഓക്കെ, ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി ട്രൂ അല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രൂ അല്ല. ഓക്കെ, ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നുള്ളൊരു ഫിനോമിനനാണ്. അപ്പൊ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് അനുസരിച്ച്, അല്ലെ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച്, ഈ പൂച്ചയുടെയും ആറ്റത്തിന്റെയും സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ടല്ല ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. പൂച്ചയ്ക്കും ആറ്റത്തിനും സെപ്പറേറ്റ് വേവ് ഫംഗ്ഷൻസ് ഇല്ല. ഓക്കെ, അതായത് ക്വാണ്ടം മെക്കാനിക്സ് ഗിവ്സ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം. ഇതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ. നമ്മൾ പറഞ്ഞു നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ പൂച്ച awake ആണ്. ഓക്കെ, ആറ്റത്തിന്റെ സ്റ്റേറ്റ് നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ ക്യാറ്റ് ഇസ് awake, ഡീക്കേഡ് ആണെങ്കിൽ ക്യാറ്റ് ഇസ് asleep എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ, ആറ്റം പ്ലസ് ക്യാറ്റ് എന്നുള്ള കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഇതിന്റെ സെപ്പറേറ്റ് വേവ് ഫംഗ്ഷൻസ് അല്ല, സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് അല്ല. ഓക്കെ, അത് ആക്ച്വലി ഇങ്ങനെ എഴുതുന്നതിന് പകരം കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട്, റൈറ്റ്, ഈ ഞാൻ എഴുതിയ സ്റ്റേറ്റിനേക്കാളും കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ആറ്റത്തിന്റെയും പൂച്ചയുടെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതായത് ഒരു ബ്രാഞ്ചിൽ, ഇത് നമുക്ക് വേവ് ഫംഗ്ഷന്റെ ബ്രാഞ്ചസ് എന്ന് വിളിക്കാം. വി ക്യാൻ കോൾ ദിസ് ആസ് ദ ബ്രാഞ്ചസ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ. ഒരു ബ്രാഞ്ചിൽ ആറ്റം നോട്ട് ഡീക്കേഡ് ആണ്, ആ ബ്രാഞ്ചിൽ ക്യാറ്റ് ഇസ് awake. ഓക്കെ, വേറെ പോസിബിൾ ബ്രാഞ്ചും കൂടെ ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്ത, നമ്മൾ എടുത്ത അസംഷൻസ് അനുസരിച്ച് വേറെ പോസിബിൾ ബ്രാഞ്ചും കൂടെ ഉണ്ട്. ആ ബ്രാഞ്ചിൽ ആറ്റം ക്യാൻ ബി ഡീക്കേഡ് ആൻഡ് ഇൻ ദാറ്റ് ബ്രാഞ്ച് the cat would be asleep. Okay, അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന ഈ വേവ് ഫംഗ്ഷൻ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. സെപ്പറേറ്റ് സിസ്റ്റംസിന്റെ വേവ് ഫംഗ്ഷൻ അല്ല, സെപ്പറേറ്റ് സിസ്റ്റംസിന്റെ സ്റ്റേറ്റ് അല്ല. ഓക്കെ, ഇതിനെയാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് വി സേ ദാറ്റ് ആറ്റം ആൻഡ് ക്യാറ്റ് ഫോം ആൻ എൻറ്റാങ്കിൾഡ് സിസ്റ്റം. എൻറ്റാങ്കിൾമെന്റ് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നിലനിൽപ്പില്ല. ആറ്റത്തിനെ കുറിച്ചോ ക്യാറ്റിനെ കുറിച്ചോ സെപ്പറേറ്റ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നില്ല. പക്ഷെ ആറ്റം ക്യാറ്റ് എന്നുള്ള കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. റൈറ്റ്, ഇത് ക്വാണ്ടം മെക്കാനിക്കൽ ക്യാറ്റ് ആണ്. അപ്പോൾ awake asleep എന്നുള്ളതിനെ മാത്തമാറ്റിക്കലായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് സംശയം വരാം. ലെറ്റ്സ് നോട്ട് വറി അബൌട്ട് ദീസ് തിങ്സ്. ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ എൻറ്റാങ്കിൾമെന്റ് അല്ലെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. വി സേ ദാറ്റ് ആറ്റം ആൻഡ് ക്യാറ്റ് ആർ എൻറ്റാങ്കിൾഡ്. ആറ്റം ക്യാറ്റ് എന്നിവ ഒരു എൻറ്റാങ്കിൾഡ് സിസ്റ്റം ആണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറയും. അപ്പോൾ മെഷർമെന്റ് നടത്തുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് മെഷർമെന്റ് നടത്തുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്ന ഇതാണ്, when you make a measurement, ഇവിടെ നമ്മൾ എഴുതി awake എന്നുള്ളതാണ് കണ്ടതെന്ന് പറഞ്ഞു. ഇതിന്റെ ആക്ച്വൽ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഇതാണ്. സ്റ്റേറ്റ് ആഫ്റ്റർ മെഷർമെന്റ് ബിക്കംസ്, ആറ്റം ക്യാറ്റിന്റെ കമ്പൈൻഡ് സ്റ്റേറ്റ് ആണ് റെഡ്യൂസ് ആയത്. ഓക്കെ, കമ്പൈൻഡ് സ്റ്റേറ്റ് ആഫ്റ്റർ മെഷർമെന്റ് ബിക്കംസ് നോട്ട് ഡീക്കേഡ് ആൻഡ് awake. ദിസ് ഇസ് awake cat. അപ്പം മെഷർമെന്റ് നടത്തിയപ്പോൾ ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യമാണ്. This is the state after measurement of the combined system. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്പൂക്കി ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള പോസിബിലിറ്റി വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് ഐൻസ്റ്റൈൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട വിമർശകനായിരുന്നു. അതിൽ ഷ്രോഡിംഗർ. ഓക്കെ, അപ്പൊ ഇവർ ഒരു പേപ്പർ മുന്നോട്ട് വെച്ചു, ഐൻസ്റ്റൈൻ പൊഡോൾസ്കി റോസൻ പേപ്പർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ബേസിക് ലോജിക് ഇതായിരുന്നു, എൻറ്റാങ്കിൾമെന്റ് എന്നുള്ള ഫിനോമിനൻ ബേസ്ഡ് ആണ് ഇവരുടെ ആർഗ്യുമെന്റ് ഇവർ മുന്നോട്ട് വെച്ച്. നമ്മുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മെഷർമെന്റിന് മുമ്പ് നമ്മൾ പറഞ്ഞു ക്യാറ്റ് ആറ്റം സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ഇതാണ്. നോട്ട് ഡീക്കേഡ്, awake പ്ലസ് ഡീക്കേഡ്, asleep. ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷന്റെ രണ്ട് ബ്രാഞ്ചസ്. EPR ആർഗ്യുമെന്റ് ഇതാണ്. നൗ സെപ്പറേറ്റ്, ഇപ്പൊ ക്യാറ്റിനെ കുറിച്ചല്ല EPR പറഞ്ഞത്, EPR പേപ്പറിൽ പറഞ്ഞ പൊസിഷനെയും മൊമെന്റത്തെയും കുറിച്ചാണ്. ആർഗ്യുമെന്റ് നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു EPR, നൗ യു സെപ്പറേറ്റ് ദ ക്യാറ്റ് ആൻഡ് ദ ആറ്റം വിതൗട്ട് മേക്കിംഗ് എ മെഷർമെന്റ്. അതായത് നമുക്കറിയാം, അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് ദിസ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ദ ആറ്റം ക്യാറ്റ് സിസ്റ്റം. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഇനി ഇത് ശരിയാണെങ്കിൽ, ഐൻസ്റ്റൈൻ പറയുന്നത്, then there are so many problems. ഇത് ശരിയാണെങ്കിൽ, now imagine that you separate the atom and the cat without making a measurement. നമുക്കറിയാം, കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് എന്നാണ് ഒരു ക്വാണ്ടം ഫിസിസിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തന്നത്. ഓക്കെ, നൗ ഐൻസ്റ്റൈൻ ഓർ EPR says you separate the atom and the cat. അപ്പോൾ ഒരു ക്യാറ്റ് എർത്തിൽ തന്നെ നിൽക്കട്ടെ, take the atom to the International Space Station or to some other galaxy, even better. Take the atom to some other galaxy. നമ്മൾ മെഷർമെന്റ് നടത്താത്തിടത്തോളം കാലം അപ്പോഴും
ആറ്റം ക്യാറ്റ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ഇത് തന്നെയാണ്. റൈറ്റ്, അതായത് സ്പേഷ്യൽ, ഇവിടെ എവിടെയും സ്പേഷ്യൽ സെപ്പറേഷനെ കുറിച്ച് പറയുന്നില്ല. ഈവൻ ഇഫ് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ആറ്റത്തിനെ ലെറ്റ്സ് സേ ടു സം അതർ ഗാലക്സി, ക്യാറ്റ് ഈസ് ഓൺ എർത്ത്, വി ഹാവ് സ്പേഷ്യലി സെപ്പറേറ്റഡ് ദം. സ്പേഷ്യലി സെപ്പറേറ്റഡ് ആണെങ്കിലും ഈ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഇത് തന്നെയാണ്. Alright, okay. So this is basic argument. Take the atom to the space station and leave the cat on Earth, still isolated. ഇനി പറയുന്നത് മെഷർ ദ ആറ്റം വൺസ് ഇറ്റ് റീച്ചസ് മൂൺ. നമ്മൾ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ കൺഫ്യൂസ്ഡ് ഇറ്റ്. അപ്പം മൂൺ, ചന്ദ്രനിലേക്കാണ് പോയത്. ഇനി നമ്മൾ ആറ്റത്തിൽ മെഷർമെന്റ് നടത്തുന്നത് ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞ് മാത്രമാണ്. ഓക്കെ, അപ്പം നമ്മൾ മെഷർമെന്റ് നടത്തിയപ്പോൾ നോട്ട് ഡീക്കേഡ് എന്നാണ് കണ്ടതെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ക്യാറ്റിന്റെ സ്റ്റേറ്റ് അവേക്ക് ആണ്. റൈറ്റ്, കാരണം നമ്മൾ ആറ്റത്തിൽ മാത്രമാണ് നമ്മൾ മെഷർമെന്റ് നടത്തിയത്. ആറ്റം നോട്ട് ഡീക്കേഡ് എന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ദ സിസ്റ്റം ഹാസ് കൊളാപ്സ് ടു ദിസ് ബ്രാഞ്ച് ഓഫ് ദ വേവ് ഫംഗ്ഷൻ. ഈ ഒരു ബ്രാഞ്ചിലേക്കാണ് കൊളാപ്സ് ചെയ്തത്. മെഷർ ചെയ്യുന്നതിന് മുമ്പുള്ള ബ്രാഞ്ച് ഇതാണ്. ഓക്കെ, when you make a measurement on the atom alone which is on moon, instantaneously you know that the cat is awake. ഇൻസ്റ്റന്റേനിയസ്ലി നമുക്കറിയാം ക്യാറ്റ് എർത്തിൽ ഒരാൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ക്യാറ്റ് awake ആയിട്ടായിരിക്കും കാണപ്പെടുക എന്നുള്ളത് അറിയാം. ഓക്കെ, അതായത് മെഷർ ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് സ്റ്റേറ്റ്. ഇതിൽ സംശയം വെക്കാൻ പാടില്ല. ദിസ് വൺ ഓഫ് ദി ബേസിക് ഐഡിയാസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഇത് ശരിയാണെങ്കിൽ we can collapse or we can change the state of the cat. Okay, ഈ ലാംഗ്വേജിൽ കുറച്ച് ഇന്നക്വറസി ഉണ്ട്, ബട്ട് ഐ ജസ്റ്റ് യൂസ് ഇറ്റ്. ഈ ക്യാറ്റിന്റെ സ്റ്റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ? ആറ്റത്തിനെ മെഷർ ചെയ്യുന്നതിലൂടെ. ഈവൻ ദോ ആറ്റം ആൻഡ് ക്യാറ്റ് ആർ സെപ്പറേറ്റഡ്, ആറ്റം ക്യാറ്റ് എന്നിവ ലാർജ് ഡിസ്റ്റൻസ് എപ്പാർട്ട് ആണെങ്കിലും ആറ്റത്തിൽ നടത്തുന്ന മെഷർമെന്റിലൂടെ ക്യാറ്റിന്റെ സ്റ്റേറ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. റൈറ്റ്, ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന മെഷർമെന്റ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ മെഷർമെന്റ് ഔട്ട്കംസ് are not determined. Quantum mechanics അനുസരിച്ച് measurement outcomes are not determined beforehand. മെഷർമെന്റ് നടത്തുന്ന മെഷർമെന്റ് ഔട്ട്കംസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് അല്ല, they are indeterminate. ഓക്കെ, പക്ഷേ ഈ ആറ്റത്തിൽ നടത്തുന്ന മെഷർമെന്റിലൂടെ ക്യാറ്റിന്റെ വേവ് ഫംഗ്ഷൻ കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇവിടെ ഇന്നക്വേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാറ്റിനും ആറ്റത്തിനും വേറെ വേറെ വേവ് ഫംഗ്ഷൻ ഇല്ല എന്നുള്ളത്. ബട്ട് ലെറ്റ് മീ യൂസ് ദി ഇന്നക്വേറ്റ് ലാംഗ്വേജ് ജസ്റ്റ് ടു ഗെറ്റ് ദ ഐഡിയ അക്രോസ്. ഓക്കെ, അതായത് ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്യാറ്റിന്റെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യാൻ കഴിയും. Even though cat and atom are light years apart. Okay, alright. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് നമ്മൾ ആറ്റത്തിനെ നോട്ട് ഡീക്കേഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ we know instantaneously that the state of cat on earth has changed. Alright, so this means that there's an instantaneous change to the cat state when a measurement is made on atom which is on the moon. Okay, I think I confused here. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ്, ആറ്റത്തിന്റെ മുകളിൽ നമ്മൾ മെഷർമെന്റ് നടത്തിയതിലൂടെ ക്യാറ്റിന്റെ സ്റ്റേറ്റ് ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. Okay, this is what quantum mechanics seems to predict. Okay, now we could study a large number of measurements on the same kind of system. Okay, ഇന്ന് നമ്മൾ ചെയ്യുന്നത് we prepare a large number of identical systems. അതായത് ക്യാറ്റ് ആറ്റം, ഒരു സിംഗിൾ ക്യാറ്റും ഒരു സിംഗിൾ ആറ്റവും ഉള്ള പല പല സിസ്റ്റംസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ മെഷർമെന്റ്സ് നമ്മൾ സെപ്പറേറ്റ്ലി ടാബുലേറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് വാട്ട്സ് ഹാപ്പനിങ്. ഈ ഓരോ ബോക്സിലും cat atom system ആണുള്ളത്, സിംഗിൾ ക്യാറ്റും സിംഗിൾ ആറ്റവും ആണുള്ളത്. Okay, for all purposes this cat and atom are completely identical. So this is one cat atom system, this is another one, this is another one, etc. All right, and after doing this, okay, by some method you take the atom to the moon. Okay, ആറ്റത്തിനെ നമ്മൾ ചന്ദ്രനിലേക്ക് കൊണ്ടുപോവുകയാണ്. The cat remains on the earth. All right, ഇനി എന്താണ് മൂണിലുള്ള ഒരാൾ ആറ്റംസിൽ മാത്രമാണ് മെഷർമെന്റ്സ് നടത്തുന്നത്, എർത്തിലുള്ള ഒരാൾ ക്യാറ്റിന്റെ മുകളിൽ മാത്രമാണ് മെഷർമെന്റ്സ് നടത്തുന്നത്. അതായത് എർത്തിലുള്ള ആൾ ബോക്സ് തുറന്നിട്ട് ക്യാറ്റ് അവേക്ക് ആണോ സ്ലീപ്പ് ആണോ നോക്കും. മൂന്നിലുള്ള ആൾ ആറ്റത്തിനെ മെഷർ ചെയ്തിട്ട് ഡീക്കേ ചെയ്തിട്ടുണ്ടോ അതോ നോട്ട് ഡീക്കേഡ് ആണോ എന്ന് മാത്രമാണ് നോക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടാണ് കാണുന്നത്. ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ക്യാറ്റ് അവേക്ക് ആയിരിക്കും, വേറെ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ സ്ലീപ്പ് ആയിരിക്കും, അങ്ങനെ. അതുപോലെ മൂന്നിൽ നമ്മൾ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി റാൻഡം ആയിരിക്കും. ആറ്റം ചില കേസിൽ ആറ്റം ഡീക്കേ ചെയ്തിട്ടുണ്ടാവും, മറ്റു ചില കേസിൽ ആറ്റം ഡീക്കേ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി റാൻഡം ആണ്. ദർസ് നത്തിങ് ഗോയിങ് ഓൺ ടിൽ നൗ. ചന്ദ്രന് ഇയാൾ തിരിച്ചു വന്നിട്ട് ഇവരുടെ മെഷർമെന്റിന്റെ റിസൾട്ട്സ് പരസ്പരം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇവരുടെ റിസൾട്ട് ടാബുലേറ്റ് ചെയ്തു. ആദ്യ തവണ ക്യാറ്റ് അവേക്ക് ആണ്. ഓക്കെ, ഭൂമിയിലുള്ള ആൾ പറയുന്നത്. അടുത്ത തവണ തുറന്നു നോക്കിയപ്പോൾ വീണ്ടും ക്യാറ്റ് അവേക്ക് ആണ്. അടുത്ത തവണ തുറന്നു നോക്കിയപ്പോൾ ക്യാറ്റ് സ്ലീപ്പ് ആണ്. ഇങ്ങനെയുള്ള റിസൾട്ട്സ് ഇയാൾ ടാബുലേറ്റ് ചെയ്യാണ് 1 2 3 എന്ന് എഴുതിയിട്ട്. ഓക്കെ, മൂന്നിലുള്ള ആൾ സ്വന്തം ആറ്റത്തിന്റെ മുകളിലുള്ള മെഷർമെന്റ്സ് ടാബുലേറ്റ് ചെയ്യാണ്, ഡീക്കേഡ്, നോട്ട് ഡീക്കേഡ് എന്നിങ്ങനെ. ഓക്കെ,
എന്നിട്ട് ഇവർ വന്ന് ഈ റിസൾട്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇങ്ങനെയാണ് കാണുക. ഓക്കെ, അപ്പൊ ആറ്റം ഡീക്കേഡ് ആണെന്ന് കറസ്പോണ്ട് ചെയ്യുന്ന മെഷർമെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് എർത്തിന് നടത്തിയ മെഷർമെന്റ് നോക്കുകയാണെങ്കിൽ അവിടെ സ്ലീപ്പ് എന്നായിരിക്കും കാണാൻ കഴിയും. ഓക്കെ, യു സീ ദാറ്റ് ദർ ഇസ് എ കോറിലേഷൻ. എപ്പോഴൊക്കെ ഇവിടെ ഡീക്കേഡ് കിട്ടിയോ അപ്പോഴൊക്കെ എർത്തിലുള്ള ക്യാറ്റ് സ്ലീപ്പ് ആണെന്ന് കാണാൻ കഴിയും. നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ അവേക്ക് ആണ്, നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ അവേക്ക് ആണ്, ഡീക്കേഡ് ആണെങ്കിൽ സ്ലീപ്പ് ആണ്, ഡീക്കേഡ് ആണെങ്കിൽ സ്ലീപ്പ് ആണ്. ഓൾറൈറ്റ്, സോ ദിസ് ഈ മെഷർമെന്റ് റിസൾട്ട്സ് ടാബുലേറ്റ് ഓരോ ബോക്സും സെപ്പറേറ്റ് ആയിട്ട് തുറന്നു നോക്കുകയാണ്. അതായത് ഒരു മെഷർമെന്റ് നടത്തി കഴിഞ്ഞാൽ സിസ്റ്റം നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. കാരണം ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് the wave function has collapsed. Okay, the system has, the state has changed. Okay, അതുകൊണ്ട് നമ്മൾ ഓരോ ഐഡന്റിക്കലി പ്രിപ്പയർഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് സിസ്റ്റംസിലാണ് മെഷർമെന്റ്സ് നടത്തുന്നത്. ഈ മെഷർമെന്റ്സിന്റെ റിസൾട്ട്സ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യു സീ ദാറ്റ് ദർ ഇസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ദ റിസൾട്ട്സ്. രണ്ടാളുടെ റിസൾട്ട്സ് തമ്മിലൊരു കോറിലേഷൻ ഉണ്ടെന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ ഡീക്കേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും എർത്തിലുള്ളത് സ്ലീപ്പ് ആണെന്ന് കാണാൻ കഴിയും. അതിൽ നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സിൽ ഉള്ള ക്യാറ്റ് അവേക്ക് ആണെന്ന് കാണാൻ കഴിയും. ഓൾറൈറ്റ്, സോ ദിസ് എ പെർഫെക്റ്റ് കോറിലേഷൻ. ഈ ഒരു കോറിലേഷനാണ് നമ്മൾ എൻറ്റാങ്കിൾമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈവൻ ഇഫ് നമ്മൾ ക്യാറ്റ് ആറ്റം എന്ന് പറയുന്നത് ലാർജ് ഡിസ്റ്റൻസ്, ഈവൻ ലൈറ്റ് ഇയേഴ്സ്, ഓക്കെ, ഈവൻ ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ ലൈറ്റ് ഇയേഴ്സ്, when you make measurements and compare them, there's a correlation between the results. Right, അതായത് ഇത് സെപ്പറേറ്റഡ് ആണെങ്കിലും ലാർജ് ഡിസ്റ്റൻസ് സെപ്പറേറ്റഡ് ആണെങ്കിലും there remains a correlation. Okay, there remains a correlation. തമ്മിലൊരു കോറിലേഷൻ നിലനിൽക്കുന്നുണ്ട്. Quantum entanglement. Alright, quantum entanglement, the correlation corresponding to quantum entanglement remains even if the system is separated by a large distance. Okay, alright. അപ്പോൾ ചോദ്യം ഇതാണ്, can the measurement on the space station or moon instantaneously change the cat from asleep plus awake to awake? നമ്മൾ പറഞ്ഞു ബിഫോർ മെഷർമെന്റ് asleep plus awake ആണ്. ഓക്കെ, അതുപോലെ മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ awake ആയി. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ചേഞ്ചിന് കാരണമായിട്ട് നമുക്ക് തോന്നുന്നത് മൂണിൽ നമ്മൾ ആറ്റത്തിന്റെ മുകളിൽ നടത്തിയ മെഷർമെന്റ് ആണ്. Alright, so can the measurement on the moon instantaneously change the cat from asleep plus awake to awake or asleep? Okay, Einstein പറയുന്നു no, this is not possible. ഇത് പോസിബിൾ അല്ല. Okay, the speed of light is the maximum speed at which information can be transferred from one point to another. Okay, ഐൻസ്റ്റൈൻ ഇത് ഇമ്പോസിബിൾ ആണ് പറയാൻ കാരണം ഐൻസ്റ്റൈൻ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. അപ്പൊ ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ലൈറ്റിനേക്കാൾ സ്പീഡിൽ ഒന്നിനും ട്രാവൽ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇൻഫർമേഷൻ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ലൈറ്റിനേക്കാൾ സ്പീഡിൽ ട്രാവൽ ചെയ്യുക ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം വരാം, മൂന്നിൽ ആറ്റത്തിന്റെ മുകളിൽ നടത്തിയ മെഷർമെന്റ് എങ്ങനെയാണ് എർത്തിലുള്ള ക്യാറ്റ് അറിഞ്ഞത്? ഹൗ ഡിഡ് ദ ക്യാറ്റ് നോ ദിസ്? ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? ഐൻസ്റ്റൈൻ പറയുന്നത് ഇത് സംഭവിക്കണമെങ്കിൽ അവിടെ നിന്ന് എന്തോ ഒരു സിഗ്നൽ ഇങ്ങോട്ട് എത്തണം. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് ഇത് നടക്കുക എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ദ സിഗ്നൽ, ദ ഇൻഫർമേഷൻ ഹാസ് ട്രാവൽഡ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് സ്പീഡ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇത് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. Alright, അപ്പോൾ ഇത് EPR പറയുന്ന ഇതാണ്, the only solution according to EPR is that the cat should have been alive even asleep. Okay, the cat should have been asleep even before measurement. Okay, and okay, so ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ലാംഗ്വേജ് അനുസരിച്ച് ഇങ്ങനെയാണ് വരുന്നത്. അത് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇമ്പോസിബിൾ ആണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക? ഓക്കെ, ഈ എക്സ്പെരിമെന്റ് എടുത്താണ് ഇങ്ങനെ റിസൾട്ടാണ് കിട്ടുക. ദെൻ ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് റിസൾട്ട്? ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള സിഗ്നൽ, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് സിഗ്നൽ അവിടെ നിന്ന് ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യം എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്കി ഐൻസ്റ്റൈൻ കാണുന്ന പോസിബിലിറ്റി ഇതാണ്, നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്യാറ്റിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിൻഡ് ആയിരുന്നു, സ്പെസിഫിക് ആയിരുന്നു. ഇറ്റ് വാസ് എലൈവ് ഓർ ഡെഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് EPR ആർഗ്യുമെന്റ് പറയുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് പൂച്ചയുടെ സ്റ്റേറ്റ് asleep plus awake എന്നുള്ളതാണ്. ഓക്കെ, ഐൻസ്റ്റൈൻ says that this is impossible, it should be either asleep or awake. അതായത് ഈ ഡിസ്ക്രിപ്ഷൻ, പൂച്ചയെക്കുറിച്ചുള്ള ഈ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് വളരെ സക്സസ്ഫുൾ ആണെന്നും അതിൻ്റെ പ്രൊഡിക്ഷൻസ് വളരെ അക്യുറേറ്റ് ആണെന്നെല്ലാം ഐൻസ്റ്റൈൻ അറിയാം. പക്ഷെ ഐൻസ്റ്റൈൻ പറയുന്നത് ഈ ഒരു ആർഗ്യുമെന്റ് അനുസരിച്ച് ക്വാണ്ടം മെക്കാനിക്സ് ഇൻകംപ്ലീറ്റ് ആണ്, വി ഹാവ് ടു ഫൈൻഡ് എ കംപ്ലീറ്റ് തിയറി. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റൈൻ പറയുന്നത് നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ചില ഹിഡൻ വേരിയബിൾസ് ക്യാറ്റിന്റെ ആക്ച്വൽ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്, സ്ലീപ്പ് ഓർ അവേക്ക് എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ ചില ഹിഡൻ ആയിട്ടുള്ള നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ചില കാര്യങ്ങൾ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ. ഇതാണ് ഐൻസ്റ്റൈൻ്റെ വളരെ റഫായിട്ട് പറയുകയാണെങ്കിൽ EPR ആർഗ്യുമെന്റ്. ഓക്കെ,
EPR conclusion ഇതാണ്, cat is actually alive or dead, but quantum mechanics says it's alive plus dead, so quantum mechanics must be incomplete. Right? Incomplete, പക്ഷെ തെറ്റല്ല, നോട്ട് റോങ്, ബിക്കോസ് ക്വാണ്ടം മെക്കാനിക്സ് മേക്ക് കറക്റ്റ് പ്രൊഡിക്ഷൻസ്. ക്വാണ്ടം മെക്കാനിക്സ് തെറ്റാണെന്നല്ല ഐൻസ്റ്റൈൻ പറയുന്നത്, ഇറ്റ്സ് ആൻ ഇൻകംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ എന്ന് മാത്രമാണ്. ഐൻസ്റ്റൈൻ്റെ ആർഗ്യുമെന്റ് ഇതാണ്, there must be hidden variables, because they are hidden we must be satisfied with superposition. ഹിഡൻ ആയതുകൊണ്ട് സൂപ്പർപൊസിഷൻ പോലുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. സൂപ്പർപൊസിഷൻ is an incomplete description of quantum objects. So basically ഐൻസ്റ്റൈൻ പറയുന്നത് ഈ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നേച്ചറിന്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ അല്ല. ഓക്കെ, നമ്മുടെ നിവൃത്തികേട് കൊണ്ടാണ്, ഹിഡൻ വേരിയബിൾസ് നമുക്ക് ആക്സസിബിൾ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതൊരു വലിയ ഫിലോസോഫിക്കൽ ഡിബേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഫിലോസോഫിക്കൽ ഡിബേറ്റ്. കാരണം ഐൻസ്റ്റൈൻ പറയുന്ന ഹിഡൻ വേരിയബിൾസ് ഉണ്ട്, പക്ഷേ ഹിഡൻ വേരിയബിൾസ് നമുക്ക് ആക്സസിബിൾ അല്ല, പക്ഷെ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ബോർ പറയുന്നത്, ഇത് ഒരു ഹിസ്റ്ററി, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ ഐൻസ്റ്റൈൻ ബോർ ഡിബേറ്റ്സ് എന്ന് പറഞ്ഞ ഡിബേറ്റ്സ്, സെറ്റ് ഓഫ് ഡിബേറ്റ്സ് ആണ്. ഓക്കെ, ഇത് തമ്മിലൊരു ഫിലോസോഫിക്കൽ ഡിബേറ്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടാൾക്കാരും ഫിലോസഫിയിലൊക്കെ അത്യാവശ്യം താല്പര്യമുള്ള ആൾക്കാരാണ്, ഫിലോസഫിക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ഈ പോയിന്റ് വരുന്നത് ഒരു ഫിലോസോഫിക്കൽ ഡിസ്കഷൻ മാത്രമാണ്. കാരണം ഐൻസ്റ്റൈൻ പറയുന്നത് ഹിഡൻ വേരിയബിൾസ് ഉണ്ട്, നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതായത് മുറിയിലൊരു ആനയുണ്ട്, പക്ഷെ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ. ഓക്കെ ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സയന്റിഫിക് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. ഇറ്റ് റിമെയിൻസ് ഇൻ ദ റെൽം ഓഫ് ഫിലോസഫി. അവിടെയാണ് ജോൺ ബെല്ല് മുന്നോട്ട് വരുന്നത്. ജോൺ ബെല്ല് പറയുന്നത് ഡിബേറ്റ് ക്യാൻ ആക്ച്വലി ബി സെറ്റിൽഡ്, ഇതൊരു ഫിലോസോഫിക്കൽ ഡിബേറ്റ് അല്ല, ഇതിനെ സയന്റിഫിക് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ ഈ ഡിബേറ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് ത്രോ ഡൈസ്. ഇത് ഐൻസ്റ്റൈൻ്റെ ഒരു ഫിലോസോഫിക്കൽ പൊസിഷനാണ്. ഇവിടെ ഗോഡ് എന്ന് പറയുമ്പോൾ ഐൻസ്റ്റൈൻ പൊതുവെ സൂചിപ്പിക്കുന്ന ലോസ് ഓഫ് ഫിസിക്സ് എന്നുള്ളതാണ്. ലോസ് ഓഫ് ഫിസിക്സ് റാൻഡം ആയിരിക്കില്ല എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഐൻസ്റ്റൈന് നേച്ചറിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐൻസ്റ്റൈൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണിത്. ഓക്കെ, എല്ലാം റാൻഡം അല്ല, ദർ ആർ സ്പെസിഫിക് റൂൾസ് ആൻഡ് ഡിറ്റർമിൻഡ് ഔട്ട്കംസ് എന്നുള്ളതൊക്കെ ഐൻസ്റ്റൈൻ്റെ ഒരു ഫിലോസോഫിക്കൽ വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ബോർ പറയുന്ന ഐൻസ്റ്റൈൻ സ്റ്റോപ്പ് ടെല്ലിംഗ് ഗോഡ് വാട്ട് ടു ഡു. നീൽസ് ബോറിന്റെ ഫിലോസഫി കുറച്ച് ഡിഫറെന്റ് ആണ്. ഒരു എക്സാമ്പിൾ, ഈ ഐൻസ്റ്റൈൻ ബോർ ഡിബേറ്റിലുള്ള പല എക്സ്ചേഞ്ചസിൽ പൊതുവെ കോട്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഇത് ഇവിടെ ഇട്ടുന്നുള്ളൂ. സോ അറ്റ് ദിസ് പോയിന്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫിലോസോഫിക്കൽ. ജോൺ ബെൽ, ഓക്കെ, ഹി കംസ് ഫോർവേഡ് ആൻഡ് ഹി സേസ് ദാറ്റ് ദ ഡിബേറ്റ് ക്യാൻ ബി സെറ്റിൽഡ്. ജോൺ ബെൽ ചെയ്ത് ഹി പുട്ട് ഫോർവേഡ് എ തിയറം ദാറ്റ് പ്രൂവ്സ് ദാറ്റ് predictions of quantum mechanics cannot be reproduced by local hidden variables theories. അതായത് ഐൻസ്റ്റൈൻ പറയുന്ന പോലുള്ള ഹിഡൻ വേരിയബിൾ തിയറീസ് ഉപയോഗിച്ച് ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രഡിക്ഷൻസ്, എല്ലാ പ്രഡിക്ഷൻസും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ജോൺ ബെല്ലിന്റെ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഈ തിയറത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നതാണ്, അപ്പോൾ ജോൺ ബെൽ ആക്ച്വലി പ്രൂവ് ചെയ്തതാണ്, മേക്ക് എ ലാർജ് നമ്പർ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഷർമെന്റ്സ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് കൺസ്ട്രക്ട് ചെയ്യുക, മേക്ക് എ ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ്. ഓക്കെ, ദ പ്രോബബിലിറ്റി ഫോർ ഔട്ട്കംസ് പ്രഡിക്റ്റഡ് ബൈ ഹിഡൻ വേരിയബിൾസ് ഒബേ ആൻ ഇൻഇക്വാലിറ്റി റിലേഷൻ. ഹിഡൻ വേരിയബിൾ തിയറി ശരിയാണെങ്കിൽ ഈ പ്രോബബിലിറ്റീസ് തമ്മിൽ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ we know how to calculate probability, right? 10 തവണ ഒരു പെർട്ടിക്കുലർ ഔട്ട്കം കൊണ്ട് മൊത്തം നമ്മൾ 1000 ടൈംസ് ആണ് മെഷർമെന്റ്സ് നടത്തിയെങ്കിൽ we say that the probability is 1 in 100. ഓക്കെ, അതാണ് പ്രോബബിലിറ്റിയുടെ ബേസിക് ഐഡിയ. അപ്പോൾ ജോൺ ബെൽ ആക്ച്വലി പ്രൂവ് ചെയ്തതാണ്, ദ പ്രോബബിലിറ്റി ഫോർ ഔട്ട്കംസ് പ്രഡിക്റ്റഡ് ബൈ ഹിഡൻ വേരിയബിൾസ്. ഹിഡൻ വേരിയബിൾസ് ഉണ്ട്, അതായത് നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിനേറ്റ് ആണ്, മെഷർമെന്റ് ഔട്ട്കംസ് ഡിറ്റർമിൻഡ് ആണ് എന്ന അസംഷൻ വെച്ച് നമ്മൾ പ്രഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ പ്രോബബിലിറ്റീസ് തമ്മിലൊരു ഇനീക്വാലിറ്റി റിലേഷൻ ഒബേ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചുള്ള ഔട്ട്കംസ്, ക്വാണ്ടം മെക്കാനിക്സ് പ്രോബബിലിറ്റീസ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോബബിലിറ്റി ഔട്ട്കംസ് പ്രഡിക്റ്റഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ് വയലേറ്റ്സ് ദിസ് ഇനീക്വാലിറ്റി. ഈ ഇനീക്വാലിറ്റി റിലേഷൻ ക്വാണ്ടം മെക്കാനിക്കൽ പ്രഡിക്ഷൻസ് വയലേറ്റ് ചെയ്യും എന്ന് ജോൺ ബെൽ പ്രൂവ് ചെയ്തു. ഓക്കെ, അതായത് എക്സ്പെരിമെന്റലായിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റിൽ ചെയ്യാം. ഈ പ്രോബബിലിറ്റി, ഡിഫറെന്റ് പ്രോബബിലിറ്റി, ഈ പ്രോബബിലിറ്റീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പെരിമെന്റിൽ മെഷർ ചെയ്ത് നോക്കുക. ഓക്കെ, and then you compare it to the quantum mechanical prediction, all right? And if the inequality is violated, then hidden variable theory cannot be a correct description of nature. Okay, so this question can be settled experimentally, and people actually did this. So initially ഇതിൽ അധികം ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക്, but then initially slowly people warmed up to this, and there have been a large number of experiments of this sort. അപ്പോൾ ഈ രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് പല രീതിയിൽ നടത്തിയിട്ടുണ്ട്, എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട് എല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഇനീക്വാലിറ്റീസ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് ശരി, ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രൊഡിക്ഷൻസ്
ഹിഡൻ വേരിയബിൾസ് തിയറീസ് ഉപയോഗിച്ച് ഹിഡൻ വേരിയബിൾസ് ഉണ്ട് എന്നുള്ള അസംഷൻ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓൾറൈറ്റ്, സോ ഐൻസ്റ്റൈൻ്റെ ഹിഡൻ വേരിയബിൾ പൊസിഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. Alright, so we can roughly say that quantum mechanics survived. Quantum mechanics complete description തന്നെയാണ്. ഐൻസ്റ്റൈൻ്റെ ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ച് ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രൊഡിക്ഷൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നേച്ചർ ബിഹേവ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന പോലെ തന്നെയാണ്. Alright, ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് 2022 നോബൽ സമ്മാനം കിട്ടിയത്. Alright, അലൈൻ ആസ്പെ, ജോൺ എഫ് ക്ലൗസർ ആൻഡ് ആന്റോൺ സൈലിംഗർ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻറ്റാങ്കിൾമെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട പല പഠനങ്ങളിലും ഇവർ നടത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് Bell's inequalities are always violated എന്നുള്ളത്. ഓക്കെ, ഓൾറൈറ്റ്. അതായത് ഇപ്പൊ വീണ്ടും ഇവിടെ ഒരു ചോദ്യം വരാം. ഐൻസ്റ്റൈൻ്റെ ഇതാണ് നമ്മുടെ ടോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. അതായത് അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റർ ആൻഡ് ലൈറ്റ് സിഗ്നലിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ തിയറി ഉപയോഗിച്ച് തന്നെ ചില നോ സിഗ്നലിംഗ് തിയറംസ് എന്നുള്ള തിയറംസ് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇവിടെ എല്ലാം പറയുന്നത് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ച് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതായത് ഈ കാര്യം നടക്കണമെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്കൽ എൻറ്റാങ്കിൾമെന്റ് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെഷർമെന്റ് ഔട്ട്കംസ്, ഇത് ഒരു തരത്തിലുള്ള സിഗ്നലിങ്ങിനെയും സൂചിപ്പിക്കുന്നില്ല. ഈ ഒരു എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു സിഗ്നൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എത്തിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതിന്റെ മീനിങ് ഇതാണ്: there are no actual changes in the physical property of one subsystem which can be detected by measurements on that subsystem alone. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ക്യാറ്റ് ആറ്റം സിസ്റ്റംസ് എന്ന് പറഞ്ഞു. ഓക്കെ, ക്യാറ്റ് ആറ്റം കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ സബ്സിസ്റ്റംസ് ആണ് ക്യാറ്റും ആറ്റവും. റൈറ്റ്, അപ്പോൾ ഇവിടെ ആറ്റം അവിടെ മെഷർ ചെയ്തിട്ട് എന്താണ് കിട്ടിയതെന്നുള്ളത്, ഈ ക്യാറ്റിൽ അവിടെ എന്താണ് കിട്ടിയെന്നുള്ളത് ക്യാറ്റിൽ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല. അതായത് നമ്മൾ ഫിസിക്കലായിട്ട് മെഷർമെന്റ്സിലൂടെ ഇതിന് ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മെഷർമെന്റിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ ആറ്റത്തിൽ നടത്തിയ മെഷർമെന്റ്സ് എന്തെങ്കിലും തന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ക്യാറ്റിൽ മാറ്റം ഉണ്ടാക്കി, ക്യാറ്റ് എന്നുള്ള സബ്സിസ്റ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന രീതിയിൽ ഒരു മെഷർമെന്റ് ഔട്ട്കം കിട്ടുക സാധ്യമല്ല. ഇതാണ് ബേസിക്കലി നോ സിഗ്നലിംഗ് തിയറംസ് പറയുന്നത്. I think these are called no signaling theorems. Okay, അതിന്റെ അർത്ഥം the influence of one measurement on the other is not causal. Okay, അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ലോക്കൽ അതുപോലെ കോസൽ. ക്വാണ്ടം തിയറി നോൺ ലോക്കൽ ആണ്, പക്ഷേ എന്താണ് എ കോസൽ അല്ല. അതായത് ഇത് ഉപയോഗിച്ച് എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള യാതൊരു മെസ്സേജും സെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതിന്റെ എവിഡൻസ് നമുക്ക് സിംഗിൾ മെഷർമെന്റ്സ് ആണ്. നമ്മൾ ക്യാറ്റിൽ മാത്രമാണ് മെഷർമെന്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ ആറ്റത്തിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല. ഓക്കെ, ക്യാറ്റിൽ മാത്രമാണ് നമ്മൾ മെഷർമെന്റ്സ് നടത്തുന്നെങ്കിൽ അവിടെ മെഷർമെന്റ് നടന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും കിട്ടില്ല. ഈ ഒരു കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചു വന്നിട്ട് ഈ ലിസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കണം. അതായത് അവിടെ മെഷർമെന്റ് നടന്നോ, അവിടെ എന്ത് തരം മെഷർമെന്റ് ആണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടില്ല. അവിടെ മെഷർമെന്റ് നടന്നാൽ എന്ത് സംഭവിക്കുന്നുള്ള നമുക്ക് നമ്മുടെ മെഷർമെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് രണ്ടാളും കൂടെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ലിസ്റ്റ്സ് കമ്പയർ ചെയ്യണം. വിതൗട്ട് ദാറ്റ് there is no information transferred. അതായത് ഒരു ലിസ്റ്റ് മാത്രം നോക്കുന്നതിലൂടെ ഇങ്ങനെ ഒരു കോറിലേഷൻ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദ ആറ്റം മാത്രം നോക്കുകയാണെങ്കിൽ കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇൻഫർമേഷൻ ഏതെങ്കിലും രീതിയിൽ ട്രാവൽ ചെയ്ത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഫിസിക്കലി ഗെറ്റ് ടുഗെദർ, ഒന്നെങ്കിൽ ഇമെയിൽ ചെയ്യണം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയണം. യു ഹാവ് ടു ഫിസിക്കലി കമ്പയർ ദ ലിസ്റ്റ്സ്. സോ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇൻഫ്ലുവൻസ് ഡ്യൂ ടു എൻറ്റാങ്കിൾമെന്റ്. എൻറ്റാങ്കിൾമെന്റ് ഒരു ഇൻഫ്ലുവൻസ് ആണ്, ഒരു കോറിലേഷൻ ആണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് എനർജി ഓർ ഇൻഫർമേഷൻ. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല. ലൈറ്റിനേക്കാൾ സ്പീഡിൽ ഇവിടെ ഫിസിക്കലായിട്ടൊന്നും തന്നെ സഞ്ചരിക്കുന്നില്ല. there is no information transfer, there is no energy transfer, okay, there is no physical, there is no transfer of any physical thing. Okay, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ക്വാണ്ടം തിയറി നോൺ ലോക്കൽ ആണെന്ന് പറയാം, ബട്ട് ഇറ്റ് സ്റ്റിൽ കോസൽ. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് നോൺ ലൊക്കാലിറ്റി സർപ്രൈസിംഗ് ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ നോൺ ലൊക്കാലിറ്റി, ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഈ നോൺ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജ്
ലാർജ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് തമ്മിൽ ഈ ഒരു കോറിലേഷൻ നിലനിൽക്കുന്നത്, ഇതിനാണ് നമ്മൾ നോൺ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ അടുത്തുള്ള കാര്യങ്ങൾ മാത്രം, ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. Alright. Non-locality എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് even if they are separated by a large distance, there is some correlation. Alright. പക്ഷേ ഇത് സർപ്രൈസിംഗ് ആണ്, but it's not catastrophic. Okay. It does not dispose special theory of relativity. It sits well with special theory of relativity. Okay. Okay. If you feel uneasy, നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നാം, ബട്ട് ഇറ്റ്സ് നോട്ട് കറ്റാസ്ട്രോഫിക്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ ഇത് വയലേറ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ദ ബേസിക് ഐഡിയ. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം, നോ ക്യാറ്റ്സ് വർ ആക്ച്വലി ഹാംഡ് ഡ്യൂറിങ് ദ എക്സ്പീരിയൻസ്. നമ്മൾ പൂച്ചയും ആറ്റവും കൊണ്ടല്ലേ എക്സ്പീരിയൻസ് നടത്തുന്നത്. ദാറ്റ്സ് ഇമ്പോസിബിൾ. ഇതൊരു ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു നോക്കാം. ഈ ക്യാറ്റിന് പകരം ആക്ച്വലി ചെയ്തത്, ക്യാറ്റ് ആറ്റമിന് പകരം ഈ എക്സ്പീരിയൻസിൽ ഈ ആസ്പെ, അലൈൻ ആസ്പെ പോലുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് നടത്തി. ഇപ്പോൾ അവർ പെയർ ഓഫ് ഫോട്ടോൺസ് ആണ് ഉപയോഗിച്ചത്. ഇനി ഇതേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പൂച്ചയുടെ കാര്യം പറഞ്ഞു. ഇനി ഇത് സം ഓഫ് യു മേ ബി അൺഈസി അബൌട്ട് ദിസ്. റൈറ്റ്. ഇപ്പോൾ എന്താണ് ഈ പൂച്ചയെ കുറിച്ചൊക്കെ പറയുന്നുള്ളത്? എലൈവ്, ഡെഡ് അല്ലെങ്കിൽ സ്ലീപ്പ്, അവേക്ക് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ക്വാണ്ടം മെക്കാനിക്കലായിട്ട് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ നമുക്ക് സ്പിന്നിന്റെ കാര്യത്തിൽ, ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് സ്പിന്നിന്റെ കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് സമ്മറൈസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ സ്പിൻ, ഇലക്ട്രോൺസിന് സ്പിൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ സ്പിൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രോണുകൾ ആക്ച്വലി, ഇപ്പോൾ സ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് സ്പിൻ ചെയ്യുന്ന ഒരു ബോൾ ആയിരിക്കും. പക്ഷെ ഇത് രണ്ടും തെറ്റാണ്. ഇലക്ട്രോൺ ഒരു ബോൾ അല്ല, സ്പിൻ ചെയ്യുന്നില്ല. ഓക്കെ. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ആക്ച്വലി. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് പോയിന്റ് പാർട്ടിക്കിൾ ആണ്. പോയിന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി എക്സ്റ്റൻഷൻ ഇൻ സ്പേസ്. സ്പേസിൽ അതിന് എക്സ്റ്റൻഷൻ ഇല്ല. ഓക്കെ. ഇപ്പോൾ സ്പിൻ, ഒരു ഇലക്ട്രോണിന് സ്പിൻ ഉണ്ട് എന്ന് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഓരോ ഇലക്ട്രോൺ ഒരു ടൈനി മാഗ്നറ്റ് പോലെയാണെന്നുള്ളതാണ്. ഓക്കെ. ദിസ് ഇസ് വാട്ട് വി ആക്ച്വലി മീൻ വെൻ വി സേ ഇലക്ട്രോൺസ് ഹാവ് സ്പിൻ. ഓക്കെ. അതായത് ദ റെസ്പോണ്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്സ്. ഒരു ടൈനി മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ അത് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്പിൻ, ക്വാണ്ടം മെക്കാനിക്കൽ സ്പിൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോൺ ദാറ്റ് മേക്സ് ഇറ്റ് റെസ്പോണ്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. ഇതിനെ നമുക്ക് സ്പിൻ എന്ന് പറയാം. സോ സ്പിൻ എലോങ് എനി ഡയറക്ഷൻ ഹാസ് ടു പോസിബിൾ വാല്യൂസ്. ക്വാണ്ടം മെക്കാനിക്കൽ സ്പിൻ നമ്മൾ ഏതൊരു ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് സ്പിൻ കാൽക്കുലേറ്റ് ചെയ്യാം, മെഷർ ചെയ്യാം. ഓക്കെ. ഇതിന് രണ്ട് പോസിബിൾ വാല്യൂസ് ആണുള്ളത്. ഓക്കെ. നമുക്ക് പ്ലസ് മൈനസ് എന്ന് പറയാം, പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് എന്ന് പറയാം, പ്ലസ് 1 മൈനസ് 1 എന്ന് പറയാം, 0 and 1 എന്ന് പറയാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ. ദർ ആർ ടു പോസിബിൾ മെഷർമെന്റ് ഔട്ട്കംസ്. ദർ ആർ ടു പോസിബിൾ മെഷർമെന്റ് ഔട്ട്കംസ്. ഓക്കെ. അതായത് നമ്മൾ ഇലക്ട്രോൺസിന് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ, നോൺ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടത്തി വിടുകയാണെങ്കിൽ, റൈറ്റ്, ഇവിടെ ഇത് ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ. കുറേ ഇലക്ട്രോൺസ് നമ്മൾ ഇതിലൂടെ കടത്തി വിടുകയാണ്. റൈറ്റ്. എന്നിട്ട് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ എവിടെയാണ് ഇലക്ട്രോണുകൾ പതിക്കുന്നത് നോക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് സം ഓഫ് ദ ഇലക്ട്രോൺസ് വിൽ റീച്ച് അറ്റ് വൺ പോയിന്റ്, അതർ ഇലക്ട്രോൺസ് വിൽ റീച്ച് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ പോയിന്റിലാണ് ബാക്കി ഇലക്ട്രോണുകൾ എത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ എവിടെയും ഇലക്ട്രോണുകൾ എത്തുന്നില്ല എന്ന് കാണാൻ കഴിയും. റൈറ്റ്. ഇതുകൊണ്ടാണ് സ്പിന്നിന് രണ്ട് വാല്യൂസ് ആണുള്ളത് നമ്മൾ പറയുന്നത്. ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് വാല്യൂ ഉള്ളത് ഇങ്ങോട്ട് എത്തും, ബാക്കിയുള്ളത് ഇങ്ങോട്ട് എത്തും. അപ്പോൾ ഇത് സ്ക്രീനിൽ എത്തുന്ന സമയത്താണ് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് സംഭവിക്കുന്നത്. സ്ക്രീനിൽ എത്തുന്നത് വരെ ഇത് സ്പിൻ, ഡിഫറെന്റ് സ്പിൻസിന്റെ സൂപ്പർ പൊസിഷനിലായിരിക്കും. അപ്പോൾ ഇതാണ് സ്പിൻ. ഇനി ഈ സ്പിന്നിന്റെ ബേസിലുള്ള ഈ ഡിസ്കഷൻ, ഓക്കെ, ഷോൺ കാരോൾ, ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പൊതുവെ എന്താണ് സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്ന റെഫറൻസ് ആണ് ഷോൺ കാരോൾ. ഷോൺ കാരോളിന്റെ പല പുസ്തകങ്ങളുണ്ട്, യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് പറയാൻ പറ്റുന്നതിനേക്കാളും, ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് ഷോൺ കാരോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഐ വിൽ ജസ്റ്റ് റീഡ് ഹിസ് ട്വീറ്റ്സ്. അപ്പോൾ ഇതാണ് ഷോൺ കാരോളിന്റെ എൻറ്റാങ്കിൾമെന്റിനെ കുറിച്ചുള്ള ടേക്ക്. Say that we have two electrons. Okay? When we measure the spin of one particle, we will only get up or down. ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ സ്പിൻ മെഷർ ചെയ്യുമ്പോൾ രണ്ട് പോസിബിൾ വാല്യൂസ് ആണുള്ളത്. നമുക്ക് ഇതിനെ അപ്പ് ഡൗൺ എന്ന് വിളിക്കാം. വിൽ ഗെറ്റ് അപ്പ് ഓർ ഡൗൺ വിത്ത് റെസ്പെക്ട് ടു അവർ ചോസൺ ആക്സിസ്. നമുക്ക് എക്സ് ആക്സിസിൽ മെഷർ ചെയ്യാം, സെഡ് ആക്സിസിൽ മെഷർ ചെയ്യാം, വൈ ആക്സിസിൽ മെഷർ ചെയ്യാം. ഇതിന്റെ ഇടയിലുള്ള നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണെങ്കിലും ഇതിന്റെ ഇടയിലുള്ള ഏതൊരു ഡയറക്ഷനിലും മെഷർ ചെയ്യാം. എങ്ങനെയാണെങ്കിലും യു ഗെറ്റ് ഓൺലി ടു പോസിബിൾ വാല്യൂസ്, അപ്പ് ഓർ ഡൗൺ. അതാണ് ആക്ച്വലി ചിത്രത്തിലും കാണുന്നത്. ഓൺലി ടു പോസിബിൾ വാല്യൂസ്. ഓക്കെ. ഓൾറൈറ്റ്. When we are not measuring, the spin can be superposition of both up and down. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ സൂപ്പർപോസിഷൻ അനുസരിച്ച് this is also a possible state of the electron. അപ്പ് സ്പിന്നിലും ഡൗൺ സ്പിന്നിലും ഒരുമിച്ചായിരിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ A+B എന്ന് പറഞ്ഞതുപോലെ. Okay. So on the basis of the particular superposition it is in, we can predict the probability of a measurement outcome. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു പെർട്ടിക്കുലർ മെഷർമെന്റ് ഔട്ട്കമിന്റെ പ്രോബിലിറ്റി ആണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട് ചെയ്യുന്നത്. വി കനോട്ട് ബി സർട്ടൺ. ഒരു സിംഗിൾ മെഷർമെന്റിൽ എന്ത് ഔട്ട്കം ആണ് കിട്ടുക എന്നുള്ളത് സർട്ടൺ ആയിരിക്കാൻ കഴിയില്ല. Alright. ഇനി ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ ടു പാർട്ടിക്കിൾസ് മേ ബി എൻറ്റാങ്കിൾഡ്. നമ്മൾ ക്യാറ്റ് ആറ്റം സിസ്റ്റം എന്ന് പറഞ്ഞ പോലെ ടു പാർട്ടിക്കിൾസ് ക്യാൻ ബി എൻറ്റാങ്കിൾഡ്. Alright.
We don't know what answer we'll get if we measure either spin. ഇത് ക്യാറ്റ് ആറ്റം സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ ആറ്റം മെഷർ ചെയ്യണം എന്താണ് ഔട്ട്കം കിട്ടുക അറിയില്ല, ക്യാറ്റിനെ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ഔട്ട്കം ആണ് കിട്ടുക നമുക്ക് മുൻപേ കൂട്ടി തന്നെ അറിയാൻ കഴിയില്ല. പക്ഷേ if we measure one, we can instantly be 100% confident what the other will be, even if it's light years away. ക്യാറ്റ് ആറ്റം സിസ്റ്റമിന്റെ കാര്യത്തിൽ പറഞ്ഞത് സ്പിന്നിന്റെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് മാത്രം. We describe two particles using a single wave function or quantum state. It's a single wave function even if it's two particles. ഇതാണ് entanglementന്റെ basic idea. Right? There are a large number of systems. We describe it using a single wave function or single quantum state. Okay. So just one wave function, not separate one for each particle. So there aren't two separate things. Quantum mechanically, രണ്ട് separate electron എന്ന് പറയുന്നത് ശരിയല്ല. കാരണം quantum mechanically ഒരു object ഉള്ളൂ, ഒരു single wave function ഉള്ളൂ. So these are not two separate things. There is just one thing, the quantum state. Okay, if you believe in quantum mechanics, there is one thing which is called the quantum state. Okay, ഇത് separate അല്ല. ഈ ക്വാണ്ടം സ്റ്റേറ്റിന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ ക്യാറ്റിന്റെ കാര്യത്തിൽ എലൈവ് ബ്രാഞ്ചും അല്ലെങ്കിൽ എസ്ലീപ് ബ്രാഞ്ചും awake ബ്രാഞ്ച് എന്ന് പറഞ്ഞ പോലെ ഇവിടെ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. Okay, so of course the measurement outcomes will be related. We are measuring different aspects of the same thing. Spatially separated ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും we are actually talking about different aspects of the same thing, same wave function. There's not just a little bit non-locality we have to learn to live with. Quantum, by its nature, entirely, hilariously, non-local or allocal. Okay, allocal എന്നുള്ള വാക്കാണ് ബെറ്റർ എന്ന് ഷോൺ കാരോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷോൺ കാരോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ നേച്ചർ ഫണ്ടമെന്റലി ക്വാണ്ടം മെക്കാനിക്കലാണ് നമുക്കറിയാം. റൈറ്റ്, ക്വാണ്ടം മെക്കാനിക്സിൽ ഈ രീതിയിലുള്ള നോൺ ലൊക്കാലിറ്റി ഉണ്ടെന്നുള്ള ഒബ്വിയസ് ആണ്. അപ്പോൾ ഷോൺ കാരോൾ ചോദിക്കുന്നത് why are we surprised by this? Okay, നമ്മൾ ലൊക്കാലിറ്റി പ്രിസർവ് ചെയ്യണം, നമ്മൾ ടെംപ്റ്റ് ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടാണ്? Okay, if quantum mechanics says there's no locality, then there's no locality, accept it. Right? ഇത് സർപ്രൈസിങ് ആണ്, രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊരു ഈസി ആസ്പെക്ട്, ഹാർഡ് ആസ്പെക്റ്റും ഉണ്ട്. In the real world, the way quantum states evolve is naturally thought of in terms of local variables. അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ലോസ് എടുക്കുകയാണെങ്കിൽ, സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷന്റെ ഇവല്യൂഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇറ്റ്സ് ഓൾ കംപ്ലീറ്റ്ലി ലോക്കൽ. It's all completely local. Alright, മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നോൺ ലൊക്കാലിറ്റി വരുന്നത്. നമ്മൾ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ we can talk about positions, അതുപോലെ ഫീൽഡ്സ് എടുക്കുകയാണെങ്കിൽ it can have values in different points in space. Okay, ഇതെല്ലാം ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിസ്റ്റത്തിന്റെ ഇവല്യൂഷൻ ഇങ്ങനെയുള്ള എല്ലാം എടുക്കുകയാണെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. Okay, those give very convenient ways of representing the quantum state. The quantum state representation and evolution ഒക്കെ എടുക്കുകയാണെങ്കിൽ we basically use the principle of locality. ലൊക്കാലിറ്റി ഉപയോഗിച്ച് നമുക്ക് ക്വാണ്ടം സിസ്റ്റത്തിന്റെ എവല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇതുകൊണ്ടാണ് മെഷർമെന്റ് നോൺ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സർപ്രൈസിങ് ആവുന്നത് ഒരു കാരണം. അതുപോലെ there are no signaling theorems that say we cannot use quantum entanglement to send information faster than light. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ സാധ്യം അല്ല എന്ന് കാണിക്കുന്ന തിയറംസ് ഉണ്ട്. ഈ തിയറംസ് ഫിസിക്സിന്റെ ബേസിക് ലോസ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നതാണ്. സോ ദീസ് ആർ ട്രൂ. റൈറ്റ്, ഇഫ് യു ബിലീവ് quantum mechanics is true, then these no signaling theorems are also true. Okay, ഇവിടെ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആയിട്ട് ഷോൺ കാരോൾ പറയുന്നത്, why do the laws of physics take just the right form so as to allow us to describe the world in terms of stuff happening at points in space? അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഓക്കെ, എന്തുകൊണ്ടാണ് ഫിസിക്സിന്റെ നിയമങ്ങളിൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലൊക്കാലിറ്റിയുടെ ഇഷ്യൂ വരുന്നത്? അതായത് രണ്ട് പാർട്ടിക്കിൾസ് ഇന്ററാക്ട് ചെയ്യുന്നത് സ്പേസിൽ അത് അടുത്തടുത്തായിരിക്കുമ്പോഴാണ്. രണ്ട് പാർട്ടികൾ സ്കാറ്റർ ചെയ്യുന്നത് സ്പേസിൽ അടുത്തടുത്തിരിക്കുമ്പോഴാണ്. അതിന് അടുത്തടുത്തുള്ള എനർജി വാല്യൂസ് ഉണ്ടെങ്കിലോ അടുത്തടുത്തുള്ള മൊമെന്റം വാല്യൂസ് ഉണ്ടെങ്കിലോ ഒന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. സോ ദർ ഇസ് സംതിങ് അബൌട്ട് സ്പേസ് ഗോയിങ് ഓൺ ഹിയർ. അപ്പോൾ ബേസിക്കലി ഷോൺ കാരോളിന്റെ അപ്രോച്ച് ഇതാണ്. ഷോൺ കാരോൾ തിങ്സ് ദാറ്റ് നമ്മൾ ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ദീസ് ആർ ക്ലാസിക്കൽ. ദീസ് ആർ ബേസിക്കലി ക്ലാസിക്കൽ. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറിയാണ്. അപ്പോൾ വി ഷുഡ് ടേക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആസ് ഫണ്ടമെന്റൽ. Okay, we should take quantum mechanics as fundamental. Quantum mechanical wave function നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് എടുക്കണം. Alright, അതിൽ നിന്ന് നമുക്ക് ഈ ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഡിറൈവ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. Okay, if we succeed to do that, ഇത് ഷോൺ കാരോളിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ്, വൺ ഓഫ് ഹിസ് റിസർച്ച് ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് ഈ ക്ലാസിക്കൽ ലോകം ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ മേ ബി അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്പേസ്, ഈ ലൊക്കാലിറ്റി എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആക്ച്വലി ഇറ്റ് ഷുഡ് കം ഫ്രം ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് ആണ് അത് വിശദീകരിക്കേണ്ടത്. വൈ ലൊക്കാലിറ്റി, വൈ ആർ വി ഇൻട്രസ്റ്റഡ് ഇൻ ലൊക്കാലിറ്റി?
why do we have this why do we have this good feeling about locality? Locality ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിയമങ്ങൾ ലോക്കൽ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇത് ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ളത് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വരേണ്ടതാണ്. അപ്പൊ ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിനെക്കാളും ഒക്കെ നമുക്ക് പല രീതിയിൽ ഇതിനെ സമീപിക്കാം. നമുക്ക് ഒന്നുകിൽ പറയാം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലുള്ള ഒരു ലൂപ്പ് ഹോൾ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെ നമ്മുടെ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. ഓക്കെ, ഓൾ ദീസ് തിങ്സ് ഫണ്ടമെന്റലി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ക്വാണ്ടം മെക്കാനിക്കൽ ആയിരിക്കണം. ഓക്കെ, ബട്ട് വി ഡോണ്ട് ഹാവ് എ ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ഫോർ സ്പേസ് ആൻഡ് ടൈം. സ്പേസിനെയും ടൈമിനെയും സൂചിപ്പിക്കുന്ന കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ഇല്ല. പല അപ്രോച്ചസ് ഉണ്ട്. ദർ ആർ മെനി അപ്രോച്ചസ് ടു ദിസ്, ബട്ട് വി ഡോണ്ട് ഹാവ് എ കംപ്ലീറ്റ് തിയറി യെറ്റ്. റൈറ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് ആൻസർ ചെയ്യേണ്ടത് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് തന്നെയാണ്. റൈറ്റ്. സോ അതായത് ലൊക്കാലിറ്റി എന്തുകൊണ്ട് ബേസിക് ക്വാണ്ടം മെക്കാനിക്സിൽ ലൊക്കാലിറ്റി എല്ലായിടത്തും ഇല്ലെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ റിയൽ വേൾഡിൽ ക്ലാസിക്കൽ വേൾഡിൽ ലൊക്കാലിറ്റി കാണപ്പെടുന്നു, ലൊക്കാലിറ്റി ഒബേ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഷോൺകെറോൾ അവസാനിപ്പിക്കുന്നത്. സോ വിത്ത് ദാറ്റ് ഐ വിൽ കൺക്ലൂഡ് മൈ ഡിസ്കഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എൻറ്റാങ്കിൾമെന്റ് കണ്ടു. ചില ബേസിക് ആയിട്ട് അത് നമ്മൾ അതിൻ്റെ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വി സെഡ് വാട്ട് എൻറ്റാങ്കിൾമെന്റ്. അതുപോലെ ക്യാറ്റ് ആറ്റം എന്നുള്ള സിസ്റ്റം ഉപയോഗിച്ച് ഇതിന്റെ റിസൾട്ട്സ് നമ്മൾ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഈ എൻറ്റാങ്കിൾമെന്റിന്റെ എഫക്റ്റ് ആക്ച്വലി കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റന്റ് ആയിട്ടുള്ള മെഷർമെന്റ്സിന്റെ ഔട്ട്കംസ് നമ്മൾ സെപ്പറേറ്റ്ലി ഔട്ട്കംസ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കമ്പയർ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. വി ഓൾസോ സെഡ് ദാറ്റ് ലൈറ്റിനേക്കാൾ സ്പീഡിൽ ഇൻഫർമേഷനോ എനർജിയോ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലുമോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. അതുപോലെ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ ആക്ച്വലി ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കേസിൽ പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഷോൺ കെറോളിന്റെ വാക്കുകളിലൂടെ കാണുകയും ചെയ്തു. സോ വിത്ത് ദാറ്റ് ഐ വിൽ കൺക്ലൂഡ് മൈ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ. താങ്ക് യു. അതൊരു വളരെ നല്ല ടോക്കായിരുന്നു. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് അതുപോലുള്ള ക്വാണ്ടം ഫിസിക്സിലുള്ള പല ടോപ്പിക്സും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതിൽ നോൺ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് സൈറ്റ് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന പല കോൺസെപ്റ്റ്സുമാണ് ഇതൊക്കെ. അപ്പം ഈ കോൺസെപ്റ്റ്സിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സെബാസ്റ്റ്യൻ ഇവിടെ പ്രസന്റ് ചെയ്തു. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. ഇനി നിങ്ങൾക്ക് ഓഡിയൻസിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ ചാറ്റിൽ പോസ്റ്റ് ചെയ്യുക. അപ്പം the stage is open for questions. ഇവിടെ നമുക്കൊരു ഒന്ന് രണ്ട് ആളുകളെ ഓഡിയൻസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. താങ്ക് യു. Okay. എന്നെ കേൾക്കാവോ? Yes. Can you hear me? Yes. Good talk. Nice. എനിക്കൊരു കമന്റ് പറയാനുള്ളത്, the case you gave us the entangled system, atom cat entanglement, that doesn't make a nice picture. There are certain shortcomings, serious shortcomings. കാരണം അതിന്റെ in real terms, what you mean by entanglement is that it has to follow it should be following some conservation rules. For example, down conversion of a photon. Then the pair of photons, they are mutually entangled. നിങ്ങളുടെ ഒരു സ്റ്റേറ്റിന്റെ അതിലെ ഒരു ഫോട്ടോണിന്റെ സ്റ്റേറ്റിന്റെ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ then through the conservation law, because momentum, energy, spin, etc., this has to be conserved in the process. അത് കാരണമാണ് entangled സ്റ്റേറ്റിന്റെ even if you of light years apart without making a measurement there, you can predict it very well here. That I think that is what I have understood about the entanglement process and all. അപ്പോൾ ഇതിൽ നിങ്ങൾ കൊടുത്ത ഉദാഹരണത്തിന് വന്നത് ഈ ആറ്റം cat example. For example, the atom is taken to moon and cat is on earth. If the atom has collapsed there, it has radioactively decayed there, that signal has to come over to this earth. It will take some time. So these all are, mutually contradicting in the case you mentioned, that is a special theory of relativity also. I mean, in a sense, it doesn't support that argument very well. That and the point is that is only the example you took.
atom cat entanglement, that was not a good thing to take about. Even though it conveyed the idea. And your description about the causality and non-locality, it doesn't violate the causality. I mean, these all are very good, correct. Very nice, actually. Karanam, even if these entangled systems are, let us take the case of a pair production, positron, electron, pair production from a gamma ray. So from the muon spin, then the spin of these decaying particles are determined. And if you make a measurement in one, then in that system it has to collapse. So even if it is billions of years, light years apart, you know actually what is the state there without the signal being communicated there. This kind of points you have made very nicely. So only suggestion is that, you have to find a better example for describing in layman's language rather than the Schrodinger. This is only my what I have to say. Okay. Any comment? താങ്ക് യു ഫോർ ദാറ്റ്. ഐ തിങ്ക് ഐ ക്യാൻ. അപ്പോൾ ഇവിടെ ഈ ഒരു എൻറ്റാങ്കിൾമെന്റ് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചു. ഈ ഷ്രോഡിംഗർ ക്യാറ്റ് എന്നുള്ള എക്സ്പെരിമെന്റ് പൊതുവെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് so this has been discussed in the popular, but there's a thing, it's true that when we talk about the spin system, we determine the other, okay, we can create this entanglement locally, right? So the thing is that you need to know the state of the system, right? So the conservation principle, even apart from these conservation principles, you can actually construct what do you say, wave functions, okay, in such a way that there's entanglement. Okay, entanglement wave function of construct angle. So here the assumption is that I know the wave function, right? I initially know the wave function because using laws of quantum mechanics, we have an initial state and we know the initial state of the atom, we know the initial state of the cat, and we know the combined wave function. All right, this wave function can be known in principle. We can know the wave function of the system. അപ്പോൾ ഇവിടെ entangled ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒരു wave function ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. It's an example, right? So once we know the wave function, then we don't need this conservation laws, right? അപ്പോൾ മറ്റേ ഇലക്ട്രോൺസിന്റെ കേസ് നമുക്കറിയാം അപ്പ് ആണെങ്കിൽ മറ്റേ ഡൗൺ ആണെന്നുള്ളത് കൺസർവേഷൻ ലോസ് ഉപയോഗിച്ച് നമുക്കറിയാം, റൈറ്റ്? കൺസർവേഷൻ ലോസ് ഉപയോഗിക്കാതെ നമുക്കറിയാൻ കഴിയും. ഇഫ് യു നോ ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ ഇസ് ലൈക്ക് ദിസ്, ഓക്കെ, പ്ലസ് ലെറ്റ്സ് സേ if you know the wave function is like this, okay, if it's a singlet it will be like this, okay? But even if you don't know about the conservation laws, if you know the wave function is this, right, then we know that if we measure the first electron as upspin, the other one will be downspin, even without using the. So അപ്പോൾ അവിടെ ഈ കൺസർവേഷൻ ലോ ഉപയോഗിക്കുന്നത് വേവ് ഫംഗ്ഷൻ ഇതായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് ട്രൂ. when we do an experiment, we have to use this kinds of wave function because otherwise there's no way to know wave function, right? But we can also start the discussion by saying that this is the state of the two electron system or the electron positron system. Okay, maybe it could be a Higgs boson decaying into an electron positron system, or as you said, okay. അപ്പോൾ ഈ എൻറ്റാങ്കിൾമെന്റ് നമ്മൾ ലോക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള മെക്കാനിസം എക്സ്പെരിമെന്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പറയുമ്പോൾ ഈ കൺസർവേഷൻ ലോ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ്, ഓക്കെ, ആസ് ഐ തിങ്ക് അബൌട്ട് ദിസ്, കൺസർവേഷൻ ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫണ്ടമെന്റൽ ടു ഡിസ്കഷൻ ഓഫ് ദിസ് തിങ്, ഐ തിങ്ക്. ഈ എൻറ്റാങ്കിൾമെന്റ് ഡിസ്കഷനിൽ കൺസർവേഷൻ ലോ ഫണ്ടമെന്റൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വി കുഡ് ജസ്റ്റ് സേ കൺസിഡർ ദിസ് വേവ് ഫംഗ്ഷൻ. Okay. Excuse me, for the correlation comes through the conservation law. CPT, that parity, CPT theorem and all those things, they are cardinal. വരുന്നുണ്ട്, it comes. Entanglement കൂടുതൽ വരുന്നത് correlation. Entanglement comes through the correlation, for which conservation, these are the cardinal points. Yeah, the conservation laws are never violated, that's true. നമ്മൾ എക്സ്പെരിമെന്റിൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ കൺസർവേഷൻ ലോ വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. പൊസിഷൻ മൊമെന്റത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇതിന്റെ കേസ് എടുക്കുകയാണെങ്കിലൊക്കെ, ഓൾറൈറ്റ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ വി ക്യാൻ സിംപ്ലി ടോക്ക് അബൌട്ട് സം വേവ് ഫംഗ്ഷൻ. ഇമാജിൻ ദിസ് ഇസ് ദ വേവ് ഫംഗ്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കാറ്റ് ആറ്റം സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഇനീഷ്യലി ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. Okay, after some time I'm saying that I know that the cat atom system has this wave function, all right? Decayed and asleep, plus, okay, there may be these coefficients there, and then this is not decayed and awake, right? Now if you know that this is the wave function, idana wave function ennu nammal accept cheyyukanengil, now this is the wave function, then I separate the cat and the atom, right? Appo okay, because the real system, the signal has to transmit.
even if it is a thought experiment, it has to satisfy the logic. So there, I mean, that logic inconsistency is still there. That's why I made this comment. Yes, but okay, I'm asking you just no. I'm trying to understand. Imagine this is the wave function, right? Imagine such a wave function is possible, right? Of course, we don't write wave functions for cat, etc. But imagine this is the wave function, right? So systemത്തിന്റെ wave function ഇതാണ് നമ്മൾ determine ചെയ്തു somehow by solving the Schrodinger equation or something. We determined that this is the wave function of the combined system, right? Now, given this is the wave function, I am separating the atom and the cat without making a measurement. Right? If that's the case, then quantum mechanics predicts exactly what I said, I think. Okay. I could be wrong. It is a cause-effect mechanism. No. Correlation, there is correlation. I mean, they are correlated through this cause and effect. But it is real quantum system requires correlation beyond that. So that is my point. Anyway, this is only my comment. I will not criticize, but there is some kind of logical inconsistency, especially it layers up when you talk about the special theory of relativity. There it completely fails. Even if you think about it as a wave function, if you separate this, then all the questions come. The signal transmission time, etc., comes. So there it is inadequate. I mean, that's why I fumbled actually. When I was trying to pick up that picture. That's why this question I formulated. Okay, but isn't it? Anyway, yes, I understand. Yeah, point is well presented. I got it. But example, I think one should get a better example. Okay, all right. Rather than the Schrodinger cat. This is my comment. Sorry, don't take it out in offense. I don't mean that. All right. Okay. This is what I have to say. Yes, I mean, I so far I still believe that there's no inconsistency here, but I will think about it. Yes. Okay. Yeah. All right. Okay. Nice. Thank you. Hello. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രീകാന്ത്. ഹായ് സെബാസ്റ്റ്യൻ, നല്ലൊരു ടോക്കായിരുന്നു. ഹായ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത, എത്ര തന്നെ വായിച്ചിട്ടും കംപ്ലീറ്റ്ലി ഒരു ഐഡിയ കിട്ടാത്ത ഒരു കാര്യമാണ് ഈ സെയിം എൻറ്റാങ്കിൾമെന്റ് വിത്ത് റെസ്പെക്ട് ടു, അല്ലെങ്കിൽ കോറിലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യാതെ. അപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞ സെയിം എക്സാമ്പിളിനെ ഞാനിപ്പോൾ വേറൊരു രീതിയിൽ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, if we have two atomic clocks, വളരെ പ്രിസൈസ് ആയിട്ട് ഒരു കോമൺ ടൈം ഫോർമാറ്റിൽ സിങ്ക് ചെയ്തിട്ടുള്ള ഒരു പ്രിസൈസ് ആയിട്ട് രണ്ട് അറ്റോമിക് ക്ലോക്ക്, ആൻഡ് ഇഫ് യു ടേക്ക് ഇറ്റ് ടു ടു ഡിഫറെന്റ് പൊസിഷൻസ് ഓൺ എർത്ത്, ഐ മീൻ ഡയമട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് കൺട്രീസിൽ വച്ചിട്ട് സെയിം സെബാസ്റ്റ്യൻ പറഞ്ഞ സെയിം എക്സ്പെരിമെന്റ് ഈ അറ്റോമിക് ക്ലോക്കിലുള്ള സെയിം പ്രിസൈസ് ടൈമിൽ സിങ്ക് ചെയ്ത് മേ ബി ഒരു ആറ്റത്തിന്റെ പൊസിഷൻ സെയിം എൻസാമ്പിൾ ഓഫ് സിസ്റ്റത്തിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലിപ്പോൾ ഡിക്കേഡ് ആയിരിക്കും, വേറെ ഒന്നില് ഇപ്പോൾ അവേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലീപ്പ് ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ്ലി കോറിലേറ്റഡ് ആയിരിക്കും എന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. പക്ഷേ ഈ കോറിലേഷൻ നമ്മൾ എപ്പോഴാണ് അറിയുന്നത്? ഈ റിസൾട്ട് ബൈ സം മീഡിയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കോറിലേഷൻ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലേ? പക്ഷെ എന്നിരുന്നാലും ഈ പ്രിസൈസ്ലി മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു അറ്റോമിക് ക്ലോക്സിന്റെ ടൈം സ്റ്റാമ്പിൽ ആ ടൈമിൽ ഓക്കെ ഈ ഒരു ഇതുണ്ട്, അല്ലേ? പക്ഷെ ഇത് നമ്മൾ ഈ ഒരു കോറിലേഷൻ നമുക്ക് കാണാൻ കഴിയും. ഈവൻ ആ റിസൾട്ട് പിന്നീടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിലും എനിക്ക് ആ ഒരു കാര്യമാണ് മനസ്സിലാത്തത്. എങ്ങനെയാ ഈ ഒരു കോറിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഇത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയെ ഒരു തിയറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണുമൂടിയിട്ട് കാണിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഒരു കോസൽ കോറിലേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ലോക്കാലിറ്റിയുടെ കാര്യമാണോ, കോസാലിറ്റിയെ കുറിച്ച് പറയാം. ഓക്കെ, പിന്നെ ഒരു കോസൽ കോറിലേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ വിച്ച് കോസ്റ്റ് വിച്ച്, അക്കോർഡിംഗ് ടു വിച്ച് കോസ്റ്റ് വിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ക്യാറ്റ് ആറ്റം സിസ്റ്റം തന്നെ എടുക്കാം. ആറ്റം ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. ഓക്കെ, ക്യാറ്റിലുള്ള മെഷർമെന്റ് ആണോ ആറ്റത്തിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്തത്, അത് ആറ്റത്തിലുള്ള മെഷർമെന്റ് ആണോ ക്യാറ്റിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്തെന്നുള്ള ചോദ്യം വരും, അല്ലേ? അപ്പൊ ഒരു ഫ്രെയിമില് ആറ്റത്തിലുള്ള മെഷർമെന്റ് ആയിരിക്കും ആദ്യം നടന്നത്. There will be another frame where the measurement is made on the cat, right? First, അപ്പൊ ഇത് simultaneity relative ആണല്ലോ. അപ്പൊ നമ്മൾ കോസൽ ആയിട്ടുള്ള ലാംഗ്വേജ് പറയുകയാണെങ്കിൽ we should say that okay, some observer will say that
the measurement on the atom caused the state of the cat to change. All right. Another observer would say that, another inertial observer would say that the measurement, it's the measurement of cat that was carried out first, and then the state of the atom changed according to it. എന്നുള്ളത് വരും അല്ലേ? നമ്മളിപ്പോ ഒരു ക്ലോക്ക് സിങ്ക്രണൈസ് ചെയ്യുകയാണെങ്കിൽ ബൈ സം മീൻസ് പെർഫെക്റ്റ്ലി സിങ്ക്രണൈസ് ചെയ്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റോമിക് ക്ലോക്ക് വെച്ചിട്ട് ആ അറ്റോമിക് ക്ലോക്കിന്റെ ഫ്രെയിമിൽ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ ഇതിനെ ഒരേ പ്രിസൈസ് ആയിട്ട് ബൈ സം മെക്കാനിസം വളരെ പ്രിസൈസ് ആയിട്ട് ഒരു നാനോ സെക്കൻഡ്സ് പോലും മാറാതെ ഈ ഒരു എക്സ്പെരിമെന്റ് പ്രിസിഷനിലെ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ ഞാനിതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കോറിലേഷൻ? ഒരു കോസ് ആൻഡ് എഫക്ട് വരുന്നില്ല. കാരണം ഓക്കെ മേ ബി ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ കോസ് ആൻഡ് എഫക്ട് ഉണ്ടാകും. പക്ഷെ വളരെ പ്രിസൈസ് ആയിട്ട് ഞാനിപ്പോ ഒരു സെയിം അറ്റോമിക് ക്ലോക്കിന്റെ അതേ ആ ഒരു ടൈം സ്റ്റെപ്പിൽ ഞാൻ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ ഈ ഒരു കോറിലേഷൻ മേ ബി അതെ. നമ്മൾ ഇപ്പോൾ ഉദാഹരണം സ്പിന്നിന്റെ കാര്യം എടുക്കുകയാണ്. ഇപ്പോൾ ഈ ആറ്റം ക്യാറ്റ് എക്സാമ്പിൾ ഈ കാര്യത്തിൽ കുറച്ച് ഇന്നഡ്വക്കേറ്റാണ്. സ്പിന്നിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മേ ബി നമ്മൾ സെഡ് ആക്സിസ് ഉള്ള സ്പിന്നാണ് മെഷർ. ഇതാണ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ് കുഡ് ബി പ്ലസ്, ഡസന്റ് മാറ്റർ. ഇതാണ് സിസ്റ്റത്തിന്റെ എൻഡാങ്കിൾ സ്റ്റേറ്റ് എന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഈ രണ്ട് ആറ്റംസ് അല്ലെങ്കിൽ ഈ രണ്ട് ഇലക്ട്രോൺസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. വൺ ഇസ് ഹിയർ ആൻഡ് വൺ ഇസ് ഇൻ അറ്റ് യുവർ പ്ലേസ്. ഓക്കെ, നമ്മൾ ഒരു കോമൺ ഇനർഷ്യൽ ഫ്രെയിമിൽ എന്താണ് ചെയ്യുന്നതെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സെഡ് ആക്സിസിൽ മെഷർമെന്റ് നടത്തി. ഓക്കെ, ലെറ്റ്സ് സേ ദാറ്റ് യു മേഡ് ദ മെഷർമെന്റ്. Srikanth makes the measurement along the z axis. All right. I could make the measurement along x axis, y axis, or z axis, right? If we agree on the same coordinate system. Right? ഇനി z axis തന്നെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ after the measurement and after when we after we meet and compare, we'll see that if whenever we made the measurements along the z axis തന്നെ നമ്മൾ രണ്ടാളും മെഷർമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസസിൽ മാത്രമേ കോറിലേഷൻ ഉണ്ടെന്ന് കാണാൻ കഴിയും. Alright, but we cannot say that one measurement caused the other result. Okay, I mean it doesn't make sense to say it because നമ്മുടെ രണ്ട് inertial frame agree ചെയ്തിട്ടുണ്ട്. There could be someone else in another inertial frame, right? He would say that the clocks are out of sync, and the special theory of relativity എല്ലാ പ്രോബ്ലംസ് അവിടെ വരുമല്ലോ. അയാൾ പറയും ക്ലോക്സ് ഔട്ട് ഓഫ് സിങ്ക് ആണ്, ഒരു മെഷർമെന്റ് മറ്റേ മുൻപ് നടന്നു, അപ്പൊ ഒന്ന് മറ്റേനെ കോസ് ചെയ്തെന്ന് പറയും. ഓക്കെ, വേറൊരു ഫ്രെയിമിൽ in yet another frame again the clocks will be out of sync in a different way, and he'll say the other measurement was done in the first time, right? Non-relativistic quantum mechanics to explain these things. Yes. So, I mean, ഞാൻ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ എക്സ്പ്ലനേഷന്റെ പ്രശ്നമല്ല, ഞാനും വേറെ പല രീതിയിലും ഞാനിത് വായിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എനിക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. That's true. I agree. We just get used to this kind of thing. We don't completely understand. We just get used to. ഇപ്പൊ ഇത് നമ്മൾ പരിചയിക്കുക ശീലമാണ് ചെയ്യുന്നല്ലേ. അപ്പൊ ഇത് കണ്ണടച്ച് വെച്ചിട്ട് ഓക്കെ ജസ്റ്റ് അക്സെപ്റ്റ് ദിസ്, ഡോണ്ട് തിങ്ക് ഫർദർ, ജസ്റ്റ് അക്സെപ്റ്റ് ദിസ്, ദിസ് ഈസ് റിയാലിറ്റി എന്ന് പറയുന്ന പോലെയാണ്. അല്ല, ആക്ച്വലി എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്ന കാര്യം റിലേറ്റിവിസ്റ്റിക് തിയറിയിലുണ്ട്. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല, അല്ലെ ക്വാണ്ടം പ്രിൻസിപ്പിൾസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രധാന എവിഡൻസ് എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് റിലേറ്റിവിസ്റ്റിക് തിയറി, ക്വാണ്ടം പ്രിൻസിപ്പിൾസിന്റെ തന്നെ അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് ആയിട്ട് നമുക്ക് ക്വാണ്ടം തിയറി, റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ക്വാണ്ടം തിയറീസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. Okay, if these were inconsistent, we wouldn't be able to construct quantum theories which were relativistic. Okay, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ക്വാണ്ടം ഫീൽഡ് തിയറി എടുക്കുകയാണെങ്കിൽ ക്വാണ്ടം ഫീൽഡ് തിയറി is a quantum theory. It's consistent with special theory of relativity. Entanglement പോലുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. It's all there. Okay, അപ്പോൾ I think this can be taken as an evidence at least that there's no inconsistency between the theories. Inconsistent ആണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു എന്താണ് relativistic ആയിട്ടുള്ള quantum theories construct ചെയ്യാൻ കഴിയില്ലായിരുന്നു. Alright, so the fact that we have relativistic quantum theories actually shows that there is no inconsistency, I think.